ദേവം രമിക്കുവാനായി കാമദേവ പ്രചോദിതനായിട്ടുള്ള ആ വൃദ്ധകാമുകൻ 85 വയസ്സുകാരൻ പള്ളിയറയിലേക്ക് കടന്നു വന്നു. ഇത് വാൽമീകിയുടെ വാക്കാണ്. അതായത് ഒരാളുടെ സ്വഭാവം കാണിക്കാൻ, ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ എന്ന് കാണിക്കാൻ വേണ്ടി വാൽമീകി ഉപയോഗിച്ച ആ വാക്ക് നമ്മൾ വായിച്ചെടുക്കണം. ഏതായാലും തൃഷ്ണയോടുകൂടി പള്ളിമെത്തയിലേക്ക് നോക്കിയിട്ടുള്ള ദശരഥൻ അവിടെ തൻ്റെ പ്രാണപ്രേയസിയെ, പ്രിയതമയെ കാണാതെ വല്ലാതെ വിഷമിച്ചു. അടുത്ത് നിന്ന, കാരണം ഇതുവരെ പള്ളിയറ ശൂന്യമായി അദ്ദേഹം കണ്ടിട്ടില്ല. ഇന്നും തന്നെ ഒരു പൂപുഞ്ചിരിയോടുകൂടി തന്നെ സ്വീകരിച്ചിരുന്ന തൻ്റെ പ്രിയതമയെ കാണാതായതോടുകൂടി മനസ്സിലൊരു ഉദ്വേഗം വന്നു ദശരഥന്. ദശരഥൻ തൻ്റെ അടുത്ത് നിന്ന കാവൽക്കാരിയോട്, ധാത്രിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ കൈകേയി എവിടെ പോയി എന്ന് ചോദിച്ചു. പേടിച്ചു വിറച്ച് ആ ധാത്രി പറഞ്ഞു, അതികോപത്തോടുകൂടി തമ്പുരാട്ടി ക്രോധാലയത്തിൽ പോയിരിക്കുകയാണ്. ഇന്ന് വരെ കൈകേയിക്ക് അവിടെ പോകേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. ആ മുറി എന്തിനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് കേട്ടതോടുകൂടി ആ നൃപ്പവരന്റെ സർവ ഇന്ദ്രിയങ്ങളും തളർന്ന് ദുഃഖത്തോടുകൂടി ഓടി. 85 വയസ്സുകാരൻ ഓടി എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം പ്രിയമുണ്ടെന്ന് നോക്കൂ. ആ മനസ്സൊന്ന് മനസ്സിലാക്കൂ. ഓടി അവിടെ ചെന്നപ്പോൾ നിലത്തു വീണ് കിടക്കുന്ന തൻ്റെ ആത്മവല്ലഭയെ കണ്ട് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി ദശരഥൻ ഇരിപിരി കൊള്ളുന്ന മനസ്സോടുകൂടി ഓടിച്ചെന്ന് വെറും നിലത്ത് അരികത്തിരുന്നു. മഹാരാജാവാണ് ഇരിക്കണത്, 85കാരനാണ് ഇരിക്കണത്. ഒരു വേഗത കുറവുണ്ടായിരുന്നില്ല ഇരിക്കാൻ. എത്ര വേഗത്തിലായിരുന്നത്. നമ്മളെങ്ങ് നിലത്തിരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ 3 ദിവസം ഉണ്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, പ്രാണാധിക പ്രിയെ, അഭിസംബോധന മറക്കരുത്, പ്രാണാധിക പ്രിയെ, എൻ്റെ പ്രാണനേക്കാളും അധികം എനിക്ക്, എല്ലാവർക്കും അവരവരുടെ പ്രാണനല്ലേ പ്രിയപ്പെട്ടത്. പക്ഷെ ഇദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട തൻ്റെ പ്രാണാധിക പ്രിയെ ഇത്ര കോപമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ പൊടിപാറുന്ന നിലത്ത് നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? രോഗം എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? ഒന്നാന്തരം വൈദ്യന്മാർ ഈ കൊട്ടാരത്തിൽ നിരവധി പേരുണ്ട്. അവർ വന്ന് നിന്റെ രോഗത്തെ സുഖപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നിലത്ത് കിടക്കണത്? ഇതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. ഒരു ശ്വാസത്തിൽ തന്നെ ചോദിച്ചു. മാത്രമല്ല അടുത്ത ശ്വാസത്തിൽ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണ്. ഉടനെ ദശരഥൻ ചോദിച്ചു, ദേവി പറയുന്ന ഏതൊരാൾക്കാണ് ഞാൻ അപ്രിയമേകേണ്ടത്? ഞാൻ ആരുടെ പേരും പറഞ്ഞോ അവർക്ക് രാജാവിന് ഇതൊക്കെ നടക്കുകയും. അതുകൊണ്ട് ദേവി ഒരാളുടെ പേര് പറയും, ഞാൻ അദ്ദേഹത്തിന് അപ്രിയമേക. അതികഠിനമായ അനിഷ്ടം ആർക്കെങ്കിലും ചെയ്യണോ? ഞാനത് ചെയ്തു തരാം. ഉള്ള കാര്യം പറയൂ. കരഞ്ഞ് ദേഹം ക്ഷീണിപ്പിക്കല്ലേ എന്ന്. കിട്ടാവുന്ന കണക്ക് വെച്ച് നോക്കിയാൽ 28 വയസ്സിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട് ഇവർ തമ്മിൽ. സ്വാഭാവികമാണ്, മകളുടെ പ്രായമുണ്ട്. തൻ്റെ സൗന്ദര്യവും തൻ്റെ സാമർഥ്യവും കൊണ്ട് ദശരഥനെ വരിഞ്ഞു ഇട്ടോളാണ്. ആ കഴിവൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് നീ കരഞ്ഞ് ക്ഷീണിക്കല്ലേ. ഇനി കടന്നു പറയുന്ന 2 വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാരതത്തിന് ഇന്ന് ബാധിച്ച മാറാവ്യാധിയാണ് ദശരഥന്റെ വാക്കുകളിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദശരഥൻ പറഞ്ഞു, വധാർഹനായ ഒരാളെ ഞാൻ വെറുതെ വിടണം. ആരെ? ഭാരതത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ഒരു കുറ്റം ചെയ്ത്, അല്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ നെഞ്ചകം തകർത്ത് വിചാരണ നേരിട്ട് പ്രതിഭാഗത്തിനും വാദിക്കും പറയാനുള്ളത് കേട്ട് തലമുടിനാരിഴക്ക് കീറി വിശകലനം ചെയ്ത് അദ്ദേഹം അവസാനം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് ജയിലിൽ അടച്ച ഒരു വധാർഹനെ, തൂക്കുകയറിന് വിധിച്ച വധാർഹനെ ഞാൻ വെറുതെ വിടണമെന്ന്. ഈ ഒരു അടിമത്തമുണ്ടല്ലോ. പല സൗഭാഗ്യങ്ങളും തനിക്ക് കിട്ടുമെങ്കിൽ പണച്ചാക്കുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥാനമാനങ്ങളും സമ്പത്തും വാരിക്കോരി കൊടുക്കാനുള്ള ഓഫറുകൾക്കിടയിൽ ഈ ഭരണഘടന മറന്ന്, ധർമ്മം മറന്ന്
വധാർഹനെ പോലും വെറുതെ വിടുക എന്നുള്ള ആ ഒരു താല്പര്യമുണ്ടല്ലോ, അത് അന്നത്തെ ദശരഥൻ പറഞ്ഞു. ഇന്നും വർത്തമാന കാലം നോക്കിയാൽ തൂക്കുകയറിന് വിധിക്കപ്പെട്ട ഒരു വധാർഹനെ വെറുതെ വിടണം എന്ന് പറഞ്ഞ ജൈവിളികളും മുദ്രാവാക്യങ്ങളും ഒക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വധ്യനല്ലാത്ത ഒരാളെ ഞാൻ വധിക്കണം. കുറ്റൊന്നും ചെയ്യണ്ട, നീ പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തെ വധിക്കാം. ഏതെങ്കിലും ഒരു കുചേലനെ ഞാൻ കുബേരനാക്കണോ, അതും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ഏതെങ്കിലും ഒരു കോടീശ്വരനെ ഞാൻ തെരുവതണ്ടിയാക്കണോ, നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്യാം. ഞങ്ങളെല്ലാവരും ദേവിക്ക് അധീനത്തിലല്ലേ. അതുകൊണ്ട് ദേവിയുടെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ഇതുവരെ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇല്ല, സത്യമാണ്. വാഴുകയാണെങ്കിൽ കൈകയെ പോലെ വാഴണം. ലോകത്തിലുള്ള ഏത് രാജ്യത്തിലേക്കും ധനധാന്യങ്ങൾ കയറ്റി അയക്കണം. ഇനി ദേവി ഏതെങ്കിലും രാജ്യത്തുള്ള അമൂല്യ വസ്തുക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം ദേവിക്ക് ഞാൻ തരാം. മൂടൽമഞ്ഞിനെ സൂര്യകിരണങ്ങൾ എന്നതുപോലെ ദേവിയുടെ ഭയത്തെയും വിഷമത്തെയും ഞാനിതാ മാറ്റിത്തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ ഭർത്താവ് കുറച്ചുകൂടി അടുത്ത് ചേർന്നിരുന്നു. രാജാവിനെ മൊത്തത്തിലൊന്ന് അളന്ന് മനസ്സിലാക്കി കൈകേയി. ഏതൊരാളെയാണോ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ നമുക്ക് നിയന്ത്രിക്കാം. ഏതൊരാളെയാണോ അളന്ന് മനസ്സിലാക്കാം, ഓരോരുത്തരുടെയും ശക്തി ദൗർബല്യങ്ങൾ അളന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അവരെ നമുക്ക് നിയന്ത്രിക്കാം. ഭാര്യയെ, ഭർത്താവിനെ, അണികളെ, നേതാവിനെ, എല്ലാവരെയും ഏതിൻ്റെ പേരിലാണ് ഓരോരുത്തരെയും അളന്ന് മനസ്സിലാക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഏതൊരു സൂക്ഷ്മമായ ശക്തിയാണ് അവർ പ്രയോഗിക്കുന്നത്? ഏതായാലും ഇവർക്ക് മനസ്സിലായി. മൊത്തത്തിലുള്ള ഭർത്താവിൻ്റെ വാക്കുകളും പെരുമാറ്റവും കണ്ടപ്പോൾ കൈകേയിയുടെ മനസ്സെന്തായിരുന്നു? വാൽമീകി എഴുതി, മന്മഥ ശരങ്ങളേറ്റ് കാമവികാരാധീനനായി തൻ്റെ അടുത്ത് നിൽക്കുന്ന ദശരഥനോട് പൂപ്പുഞ്ചിരി പൊഴിച്ച് ഭവതി പറഞ്ഞു, കൈകേയി പറഞ്ഞു, ദേവാ, എനിക്കൊരു രോഗവുമില്ല. എന്നെ യാതൊരാളും മാനിക്കാതിരുന്നിട്ടില്ല. എല്ലാവരും എന്നെ മാനിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട വിലയും തരുന്നുണ്ട്. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, അതങ്ങ് സാധിപ്പിച്ചു തരണം, സത്യം ചെയ്യണം, എന്നാലേ ഞാൻ പറയൂ. നോക്കണേ, ഈ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ വട്ടമിട്ട് പിടിക്കാതെ, ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലാണ് ഇനി ഇവരുടെ ആ തന്ത്രം. നോക്കൂ, മന്മഥ ശരണേറ്റ് കാമാന്ധനായിട്ടുള്ള രാജാവ് മനോഹര മന്ദസ്മിതത്തോടുകൂടി മുന്നിൽ ചിതറിക്കിടക്കുന്ന തലമുടിയൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ പ്രിയതമയോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? മന്ധര പറഞ്ഞ പോലെയല്ലേ എല്ലാം നടക്കണത്. മന്ധര അളന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ദശരഥൻ എന്താ മുതൽ എത്രത്തോളം പോവും, എന്തായിരിക്കും വിചാരിക്കുക, ഇതൊക്കെ അവർക്ക് നല്ല പോലെ അറിയാം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് 12 ജീവിതത്തിൽ ഒരുമിച്ച് ജീവിച്ചാലും പലതും മനസ്സിലാവില്ല. എത്ര കാലം ആണോ ഇതൊക്കെ ചോദ്യം? എത്രയെന്നൊരു 20 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴാണ് പലതും തോന്നുന്നത്, മനസ്സിലാവുന്നത്. ഏതായാലും ഇവിടെ പറഞ്ഞു, ആ മുടിയൊക്കെ ഒതുക്കിക്കൊടുത്ത് മധുരമായി ദശരഥൻ പറഞ്ഞു, കാമിനീ രത്നങ്ങളിൽ എനിക്ക് ദേവിയേക്കാൾ വലുതായി ഒന്നുമില്ല. എനിക്ക് ദേവിയാണ് സ്ത്രീരത്നങ്ങളിൽ, കാമിനീ രത്നങ്ങളിൽ 1-ാം സ്ഥാനം. പുരുഷന്മാരിൽ നരവ്യാഘ്രനായ എൻ്റെ രാമൻ. അതുകൊണ്ട് എൻ്റെ ആ നരവ്യാഘ്രത്തെ ആ പേര് പറഞ്ഞുകൊണ്ട് രാമൻ്റെ പേരിൽ ഞാനിതാ ആണയിട്ട് പറയുന്നു, ദേവിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരും. എൻ്റെ രാമനാണേ സത്യം. തരാന്ന് പറഞ്ഞാലാണ് ഇനി പറയാവൂ എന്നുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സത്യത്തിൽ ഈ ട്രെയിനിങ് കൊടുത്താൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? നമ്മുടെയൊക്കെ ഒരു സ്വതസിദ്ധമായ രീതിയിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നമില്ല. ആരോ പറഞ്ഞ ചില വാക്കോതിയാൽ ചില പ്രശ്നമുണ്ടാകും. നമ്മുടെ ഈ ഡിവോഴ്സുകളൊക്കെ നടക്കുമ്പോൾ പല വീടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, ഇത് ചില കാര്യങ്ങളിൽ ഒന്നാണ്, ഇതൊരു ജനറലായിട്ട് എടുക്കരുത്. ഒന്ന്, വിവാഹം നടക്കാൻ പോകുന്ന വധൂവരന്മാർക്ക് ചില ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ഞാൻ ഒരു 8-10 വർഷമായിട്ട് പോകാറുണ്ട്.
അപ്പൊ അതിൽ നിർബന്ധമായും നമ്മൾ പോകുമ്പോൾ പറയാറുണ്ട്, വധൂവരന്മാർക്കല്ല ക്ലാസ് വേണ്ടത്, രണ്ടുപേരുടെ അച്ഛനമ്മമാർക്കാണ് ക്ലാസ് വേണ്ടത്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ സാമാന്യം നല്ല വിവരമുണ്ട്. ഈ അച്ഛനമ്മമാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. അച്ഛനും അമ്മയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി പോയാൽ പിന്നെ ആ പെൺകുട്ടിയെ പരമാവധി 1 വീതം 3 നേരം ഫോൺ ചെയ്യരുത്. ഒന്നാമത്തെ പഥ്യം മനസ്സിലായില്ല? അമ്മയുടെ വക രാവിലെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛൻ അത്രയില്ല, അച്ഛൻ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിർത്തും. അനീതിയുടെ കയ്യിൽ കൊടുക്കാം. ഇത് രാവിലെ 1ാമത്തെ ഗുളിക. 2ാമത്തെ ഗുളിക ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറിയിൽ ചെന്നാൽ എന്താ കേൾക്കുക എന്നറിയില്ല. ഇതൊക്കെ കേട്ട് കാതോർത്ത ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ആളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വേണം മോൻ വന്നിട്ട് പറയാൻ. ദയവ് ചെയ്ത് മക്കളെ വിവാഹം കഴിച്ചയച്ചാൽ ആദ്യത്തെ 1.5 വർഷത്തേക്ക് അവരെ നിങ്ങൾ വിളിക്കാനോ ഒന്നും പോകരുത്. എന്തെങ്കിലും ചെയ്യട്ടെ. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ പരസ്പരം മനസ്സിലാകുകയുള്ളൂ. ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾ അവരെ സ്വർഗസമാനമായി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. അവർ പരസ്പരം മനസ്സിലാക്കട്ടെ, ഒരുമിച്ച് ജീവിക്കട്ടെ, വീഴട്ടെ, എഴുന്നേൽക്കട്ടെ, അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ. നമ്മൾ കണ്ടെത്തിയ വിവാഹമല്ലേ, നമുക്കൊരു റിസ്കും ഇല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, അനുഭവിക്കട്ടെ. പക്ഷെ നമ്മൾ കണ്ടെത്തിയതാണെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് ആ ജീവിതത്തിൽ കടന്നു കയറരുത്. എന്തുകൊണ്ടെന്നാൽ 1.5 വർഷം വരെയാണ് ഈ ഡോപ്പമിൻ ഈ ശരീരത്തിൽ ഉണ്ടാവുക. ഈ ഡോപ്പമിൻ ആണല്ലോ പ്രേമം വർദ്ധിപ്പിക്കുന്നത്. പിന്നെ കാണാതിരിക്കാൻ പറ്റാത്ത വർഷങ്ങളാണ് ആദ്യത്തെ 1.5 വർഷം. കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടയും ചക്കരയും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ചേർന്നിരിക്കുന്ന സമയം. ഈ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വിടില്ല. എന്തൊരു പിടുത്താന്നറിയോ, അതങ്ങനെ ചേർന്ന് ഇവർ റോഡ് ക്രോസ് ചെയ്യണം, നമ്മൾ നോക്കി നിൽക്കണം. 2 പേരും ക്രോസ് ചെയ്യില്ല ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. കാരണം ഈ കൈമ പിടിച്ച് അങ്ങോട്ട് വലിച്ച് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഈ 1.5 വർഷം കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ ഈ പ്രൊഡക്ഷൻ നിൽക്കും. നമ്മൾ ഈ സ്നേഹിപ്പിച്ചിരുന്ന ഡോപ്പമിനില്ലേ, അത് നിൽക്കും. ആദ്യം നിൽക്കുക പെൺകുട്ടിയിലാണ്. പെൺകുട്ടിയിൽ ഈ ഡോപ്പമിൻ്റെ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഇപ്പൊ ഈ അന്നുണ്ടായിരുന്ന ആർത്തിയൊക്കെ ഇല്ലേ, അത് തീർന്നു. ആൺകുട്ടിയിൽ പിന്നീട് കുറച്ചു കാലം കൂടി ഉണ്ടാവും. ഒരു 5-6 മാസം കഴിഞ്ഞാൽ അയാളിലും നിൽക്കും. ഇപ്പൊ ഉണ്ടല്ലോ, കണ്ടങ്ങിയായി, ചെന്നങ്ങിയായി, വെളിച്ചങ്ങിയായി, അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ കൂടണയുന്നവനാ 10 മണിയായിട്ടും കൂട്ടുകാർ ചോദിക്കുക, നീ ഇപ്പൊ പോണില്ലേ? കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് പോവാ. അതെന്തേ അങ്ങനെ? ഈ ഡോപ്പമീൻ കഴിഞ്ഞു. ഇത് എല്ലാ മനുഷ്യ ശരീരത്തിലും ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് ഇവർക്കിടയിൽ ഈ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ ഉയരുന്ന ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇന്റിമസി ഉണ്ടാവണം. ഈ ഇന്റിമസി ഉണ്ടാക്കേണ്ടത് അച്ഛനമ്മമാരാണ്. ഈ ഇന്റിമസി ഉണ്ടായാൽ ഇനി ഇവർ 10 വർഷം കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല, ആ സ്നേഹം നിലനിൽക്കും. ശ്രദ്ധിക്കണേ, ഈ ഇന്റിമസി ഉണ്ടാക്കലാണ് നമ്മുടെ കർത്തവ്യം, അച്ഛനമ്മമാരുടെ കർത്തവ്യം. ഇവർ തമ്മിൽ ഈ ഇന്റിമസി വന്നാൽ, നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോഴും വിവാഹം കഴിഞ്ഞ് 50 വർഷമായി ഈ മുത്തച്ഛനും മുത്തശ്ശിയും എന്തൊക്കെ വർത്താനാ പറയുന്നത്. അടുക്കളയോട് ചേർന്നിരുന്ന ഒരു കട്ടൻ ചായ 2 പേര് ചിലപ്പോൾ ഒരു കപ്പിലും കുടിക്കില്ലാവുക. എന്തൊരു സ്നേഹം! അത് എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടൊന്നും ഇരിക്കണ്ട. ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഇന്റിമസി നമ്മൾ ഉണ്ടാക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അമ്മ ചിലതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആ പഴയ തലയണ മന്ത്രം ഒന്നും ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അതൊന്നും ഇപ്പോ കുട്ടികൾക്ക് അതിൽ കൂടുതൽ അറിവായി. നീ ചെന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം, അതൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും നമുക്ക് ഇന്നുള്ളൊരു പ്രശ്നം, നമ്മൾ ഈ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറരുത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 1.5 വർഷത്തേക്ക് നിങ്ങൾ അവരെ വിളിക്കരുത്. ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ മാത്രം സംസാരിക്കുക, ആവശ്യകാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എന്താ കുഴപ്പമില്ലെങ്കിൽ. വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആൺകുട്ടി അങ്ങനെ ജോലിക്ക് പോയി, 5 മണിക്ക് തിരിച്ചെത്തും. തൻ്റെ മകന്റെ സ്വഭാവം അമ്മയ്ക്ക് നല്ലപോലെ അറിയാം, അമ്മയ്ക്ക് നല്ലപോലെ അറിയാം ആൺകുഞ്ഞിനെ. പെൺകുഞ്ഞിനെയാണ് പിന്നെയും അറിയാത്ത പ്രശ്നമുണ്ട്. ആൺകുഞ്ഞിനെ അറിയാം അമ്മയ്ക്ക്.
അതുകൊണ്ട് 5 മണിക്ക് വന്നാൽ അവൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ സെറ്റിയിലിരിക്കും. അവന് ചായ നിർബന്ധമാണ്. നല്ല കടുപ്പത്തിൽ, നല്ല മധുരത്തിൽ അവന് ചായ നിർബന്ധമാണ്. എന്നാൽ ഈ പെൺകുട്ടിയാണെങ്കിൽ അമ്മ വിളിക്കണ സമയമാണ്. അപ്പോൾ അമ്മ ഓഫീസിൽ പോയിട്ട് വന്ന സമയമാണ്. അപ്പോൾ ഈ പെൺകുട്ടി, ഈ ആൺകുട്ടി വന്ന് ആ മുറിയിലേക്ക് കയറി. അപ്പോൾ പെൺകുട്ടി ഫോണിലാണ്. അപ്പോൾ അവൾ ഇങ്ങനെ കാണിച്ചു, കുറച്ച് നേരെ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ സമ്മതിച്ചു. അദ്ദേഹം ആ ഡ്രസ്സൊക്കെ മാറി, അവർ സംസാരിക്കല്ലേ, കേൾക്കണ്ടല്ലോ, പുറത്തു പോയി ഇരുന്നു. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി. അമ്മ എന്തോ വളരെ ഗൗരവമുള്ള കാര്യം പറയാണ്. ഇത് എല്ലാ ദിവസവും ഗൗരവമുള്ളത് തന്നെയാണ്. ഏതായാലും മറ്റൊരാൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ആൺകുഞ്ഞിൻ്റെ അമ്മ. തൻ്റെ മകൻ്റെ മനസ്സ് അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. അവൻ ആ ചായ കുടിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹവും അറിയാം. അവൻ പുറത്തുനിന്നൊന്നും കഴിക്കാറുമില്ല. അമ്മ 5 മിനിറ്റ് കാത്തു നിന്നു, 10 മിനിറ്റ് കാത്തു നിന്നു, 15 മിനിറ്റായപ്പോൾ അമ്മ വേഗം പോയി ചായ ഉണ്ടാക്കി വന്നു. ഈ 15 മിനിറ്റായി തൻ്റെ അടുത്ത് വരാതെ, തന്നെ പരിഗണിക്കാത്ത ആ ഭാര്യയെക്കുറിച്ച് ആൺകുട്ടിയുടെ മനസ്സിലൊരു മെസ്സേജ് വരും, ഐ ആം നോട്ട് ഫസ്റ്റ്. എന്താ മെസ്സേജ്? ഐ ആം നോട്ട് ഫസ്റ്റ്. ഞാനല്ല അവളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം, അവളുടെ അമ്മ, അവളുടെ അച്ഛനൊക്കെയാണ്. എന്നാൽ സാധാരണ രീതിയിൽ കുറേ സമയം സംസാരിക്കുന്ന തൻ്റെ അമ്മയോട് 15 മിനിറ്റ് കൊണ്ട് ആ പെൺകുട്ടി ഫോൺ വെച്ചു കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അവൾ വേഗത്തിൽ തൻ്റെ ഭർത്താവിനൊരു ചായ കൊടുക്കുവാൻ വേണ്ടി ഓടി വന്നപ്പോൾ ഇതാ അമ്മ കൊടുത്ത ചായയും കുടിച്ച്, അവസാനത്തെ തുള്ളിയും കുടിച്ച് അദ്ദേഹം കപ്പ് വെക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വന്നു, ഐ ആം നോട്ട് ഫസ്റ്റ്. ഞാനല്ല, അവൻ്റെ അമ്മയാണ് അവൻ്റെ ജീവിതത്തിൽ എല്ലാം. ഇനി നിങ്ങൾ പറയൂ, ഇങ്ങനെ ഐ ആം നോട്ട് ഫസ്റ്റ് എന്നുള്ളത് 1, 2, 3, 4, 5, 6 പ്രാവശ്യം വന്നാൽ ഇവർ തമ്മിൽ ഇനിയൊരു ഇൻറ്റിമസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഈ വിവാഹമോചനങ്ങളുടെ കാരണങ്ങൾ തേടി പോകുമ്പോൾ പറയുന്ന പലതും പറയും. പക്ഷെ അടിസ്ഥാനം എന്താ? ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തമാശ തോന്നും, അയ്യ ഇതിനൊക്കെയാണോ ഡിവോഴ്സ്? അവരുടെ കാര്യമല്ലേ, അവർക്കത് വലുതാണ്. കുട്ടിക്കാലം മുതൽ കള്ളൻ കള്ളൻ എന്ന് കേട്ട് വളർന്ന ഒരു കുഞ്ഞ് ആ ചെറുപ്പകാലത്ത് പെൻസിൽ എടുത്തു, റബ്ബർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് പലരും. അവൻ ഹയർ സ്റ്റഡീസിന് പോയി, പിന്നെ കള്ളൻ എന്നുള്ള വിളിയൊന്നും കേട്ടിട്ടില്ല. എന്നാലും കുട്ടിക്കാലത്ത് കേട്ട വാക്കുള്ളിൽ നിന്ന് നമ്മുടെ ആരുടെയും പോയിട്ടില്ല, ആ കുഞ്ഞിൻ്റെയും പോയില്ല. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു. രണ്ടുപേരും ഒരേ മുഖം, ഒരേപോലെ, എല്ലാവർക്കും ഇഷ്ടമായി. ഇവർക്കും ഇഷ്ടമാണ്. രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ്. ഒരു ദിവസം തൻ്റെ ഓഫീസ് ഫയലുകളെല്ലാം തൻ്റെ അലമാരയിലൊക്കെ അടക്കി വെച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ഫയൽ കാണാനില്ല. പലയിടങ്ങളിൽ അത് നോക്കി, അദ്ദേഹം കാണാനില്ല. അപ്പോഴാണ് തൻ്റെ ഭാര്യയുടെ അലമാരയിൽ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഭാര്യയുടെ അലമാര തുറന്നു നോക്കി. ഈ സമയം ഭാര്യ അടുക്കളയിൽ ഈ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയമായിരുന്നു. ചായ ഉണ്ടാക്കി വന്നപ്പോൾ തൻ്റെ അലമാര തുറന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഇവൾ വെറുതെ തമാശയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞു, എടാ കള്ളാ എന്ന് വിളിച്ചു. ആ വിളി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കിയ വേദന നിസ്സാരമായിരുന്നില്ല. കുട്ടിക്കാലം മുതൽ മനസ്സിലുണ്ടായിരുന്ന ആ വാക്ക് വീണ്ടും മനസ്സിൽ വലിയ വിഷമമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആ വാക്കിൽ ഒരു വലിയ ഷോക്ക്. പിന്നെ ആ പെൺകുട്ടിയെ അവന് കാണാൻ ഇഷ്ടമല്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ട് അവർ ഡിവോഴ്സായി. എനിക്കറിയാം അവരെ. നിങ്ങൾ പറയൂ, ഈ ഡിവോഴ്സിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? ഓരോരുത്തരും ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ പല അനുഭവങ്ങളും, പല ശാരീരിക വിഷമങ്ങളും, മാനസിക വിഷമങ്ങളും, കുട്ടിക്കാലം മുതൽ അവരനുഭവിച്ച പലതും പുറത്തു പറയാൻ പറ്റാത്ത കുറേ വിഷമങ്ങളും ഭാരങ്ങളും പേറിയാണ് രണ്ടുപേർ ഒരു ജീവിതം ഒരുമിച്ച് ചേരുന്നത്. ഈ സമയത്ത് ചില വാക്കുകൾ മതി, ചില പെരുമാറ്റം മതി. അതുകൊണ്ട് ആദ്യത്തെ ഒരു 1.5-2 വർഷക്കാലം കൊണ്ട് ഈ ആൺകുഞ്ഞിലും പെൺകുഞ്ഞിലും ഒരു ഇൻറ്റിമസി നമ്മൾ ഉണ്ടാക്കിച്ചെടുക്കണം. ഉറപ്പ് 37.3% കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതിൽ അച്ഛനമ്മമാർക്ക് മുഖ്യത്വമുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇവിടെ രാജാവിൻ്റെ പ്രശ്നം ഇതാണ്. രാജാവ്
അങ്ങേയറ്റം ഇതൊരു കാമാന്ധതയാണ് ഇദ്ദേഹത്തിന്. കാമം അന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രേമം അന്ധമാണ്, അത് പിന്നെ കണ്ണ് കാണില്ല, ആർക്കും കണ്ണ് കാണില്ല. അങ്ങനെയുള്ള രാജാവിനോട് പറഞ്ഞു, ഞാനിതാ എൻ്റെ രാമൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ദേവിയുടെ വാക്കുകൾ ഞാൻ നടത്തി തരാം. സ്വാർത്ഥം രൂപമെടുത്ത കൈകേയി തൻ്റെ ഇംഗിതത്തിന് അനുകൂലമാം വിധത്തിൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാക്കുകൾ കേട്ടപ്പോൾ ഹർഷപുളകിതയായി തീർന്നു. അവർ ഉടനെ തന്നെ സത്യം ചെയ്ത രാജാവിനെ ഒന്നുകൂടി ഉറപ്പിച്ചു. ഇനി കൈകേയി പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കൈകേയി പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്നോട് സത്യം ചെയ്തില്ലേ? ആ സത്യം ചെയ്തത് ആരൊക്കെ കേട്ടു എന്നങ്ങ് മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞ സത്യം ഞാൻ മാത്രമല്ല കേട്ടത്. അങ്ങ് പറഞ്ഞ സത്യം ഈ മുപ്പാരിൽ 33 കോടി ദേവന്മാരും ഈ സത്യത്തെ കേട്ടിരിക്കുന്നു. ഇന്ദ്രൻ, അഗ്നി, അശ്വിനി ദേവന്മാർ, സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങൾ, അന്തരീക്ഷം, രാത്രി, പകൽ, 10 ദിക്കുകൾ, ലോകം, ഗന്ധർവ രാക്ഷസാദികൾ അടങ്ങിയിട്ടുള്ള ഈ ധരണി, നിശാസഞ്ചാരികളായ ദേവതകൾ, ഗൃഹദേവതകൾ, മറ്റു ഭൂതങ്ങൾ ഈ സത്യത്തിന് സാക്ഷിയാണെന്ന് മറക്കരുത് മഹാരാജാവേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ ഇതുപോലെ വട്ടമിട്ട് പിടിച്ച് അങ്ങ് പറഞ്ഞ സത്യം കേട്ടിട്ടുണ്ട് സർവരും സർവഭൂതങ്ങളും എന്ന് പറഞ്ഞ് രാജാവിനെ സ്നേഹപൂർവം ആലിംഗനം ചെയ്തു. തനിക്ക് നേടേണ്ട കാര്യം നേടുവാൻ താൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൈകേയിക്ക് നല്ല ബോധ്യമുണ്ട്. കൈകേയിയുടെ ഈ ബോധ്യം നമ്മൾ മറക്കരുത്. ഉടനെ തന്നെ പറഞ്ഞു, മഹാരാജാവേ, പണ്ട് അങ്ങ് എനിക്ക് തന്ന 2 വരങ്ങൾ ഞാൻ ന്യാസമായി കടമായി എനിക്ക് തന്നിരുന്നല്ലോ, ആ വരങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ശ്രീരാമചന്ദ്രനെ യുവരാജാവാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തീർന്നിട്ടുണ്ടല്ലോ. ആ കോപ്പുകൾ കൊണ്ട്, ഈ കോപ്പ് എന്നുള്ളത് എന്താണോ ചെയ്യേണ്ടത് അതിന് ഒരുക്കിയിട്ടുള്ള വസ്തുവകകളുടെ ആകെ തുകയാണ്. നമ്മൾ തെറ്റായ അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആ സംഭാരങ്ങൾ കൊണ്ട്, കോപ്പുകൾ കൊണ്ട് എൻ്റെ മകൻ ഭരതനെ അഭിഷേകം ചെയ്യണം. ഒന്നാമത്തെ. 2, ഈ 2ാമത്തെ വരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള അതേ വരമാണ്, പക്ഷെ അവർ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. രാമൻ മാൻതോൽ, മരവുരി, ജട ഇത് ധരിച്ച്, ജട ധരിക്കുന്നതാണ് ഒരു പ്രത്യേക മരത്തിന്റെ പശയൊക്കെ ചേർത്ത് മുടി ആ ജട ഉണ്ടാക്കി ധരിച്ച് രാമൻ ദണ്ഡകാരണ്യത്തിൽ, എവിടെ? അരണ്യങ്ങളിലൊന്നായ സൈന്ധവത്തിലല്ല, ദണ്ഡകാരണ്യത്തിൽ 14 ആണ്ട് തപസ്വിയായി വാഴണം. ഇതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം മറക്കരുത്. അതിൽ എല്ലാം ഉണ്ട്. വേറെ വീടെടുത്ത് താമസിക്കാൻ പറ്റില്ല. ഏതെങ്കിലും നാട്ടിലോ ഏതെങ്കിലും ഭൂഖണ്ഡത്തിലോ ഉപഭൂഖണ്ഡത്തിലോ പോയി താമസിക്കാൻ പറ്റില്ല. എവിടെ പോയി താമസിക്കണം? ദണ്ഡകാരണ്യത്തിൽ. എങ്ങനെ താമസിക്കണം? ആ താമസിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞ തപസ്വിയായി. എന്തുകൊണ്ടാണ് തപസ്വിയാകേണ്ടത്? എന്തുകൊണ്ട് തപസ്വിയാകണം? മക്കളുണ്ടാകരുത്, ഇത്രയുള്ള ആവശ്യം. 14 ആണ്ട് കഴിഞ്ഞ് രാമൻ വരുമ്പോൾ രാമന് മക്കളുണ്ടാകരുത്. സ്വാഭാവികമായും അയോധ്യ തൻ്റെ മകന് എത്ര കാലം വേണമെങ്കിലും ഭരിക്കാൻ പറ്റണം. അതിനുവേണ്ടി കൈകേയി തൻ്റെ വാക്കുകൾ പറഞ്ഞു. കൈകേയിയുടെ കഠിന വാക്കുകൾ കേട്ടതോടുകൂടി ദശരഥൻ ബോധരഹിതനായി താഴെ പതിച്ചു. താനൊരു ദിവാസ്വപ്നം കണ്ടതാണോ എന്നൊരു തോന്നലുണ്ടായി. ചില സത്യങ്ങൾ അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ചിത്തഭ്രമമോ ഭൂതബാധയോ എന്നെ ബാധിച്ചിട്ടുണ്ടോ? എനിക്ക് വല്ല മനോരോഗം വന്നോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ വെറും നിലത്തൊരു ഉന്മത്തനെ പോലെ അങ്ങ് ഇരുന്ന് ദുഃഖം കൊണ്ട് മനസ്സ് തകർന്ന് കണ്ണിൽ കണ്ണുനീർ തുള്ളികൾ ഉരുണ്ടുകൂടി പലതും ആലോചിച്ച ആ പാവം ദശരഥൻ ബോധരഹിതനായി താഴെ പതിച്ചു. ഏറെ സമയത്തിന് ശേഷം ദശരഥന് ബോധം തിരിച്ചു കിട്ടി. അഗ്നിജ്വാലകൾ വമിക്കുന്ന കണ്ണോടുകൂടി തൻ്റെ ഭാര്യയെ ഭസ്മമാക്കുന്ന വിധത്തിൽ ദശരഥൻ ഭാര്യയോട് പറഞ്ഞു, അതിദുഷ്ട സ്വഭാവത്തോടു കൂടിയിട്ടുള്ള നിഷ്ഠൂരെ. ഇത്ര നേരത്തെ എന്താ പറഞ്ഞു? പ്രിയതമേ, പ്രാണാധിക പ്രിയേ, സുന്ദരീരത്നമേ, മോഹനാംഗി, കമനീയാംഗി, സുന്ദര കളേബര ഗാത്രി, എൻ്റെ പൊന്നോമനെ, പ്രാണപ്രേയസി എന്നൊക്കെ പറഞ്ഞ ആള്
എത്ര വേഗാവാക്ക് മാറിയത്. അദ്ദേഹം പറഞ്ഞു, അതിദുഷ്ട സ്വഭാവത്തോടുകൂടിയ ഹേ നിഷ്ഠൂരെ, രാമനോ ഞാനോ നിന്നോട് എന്ത് തെറ്റാണ് ഇത്രയും കാലം ചെയ്തത്? നിന്നെ മാതാവിനെ പോലെ സ്നേഹിക്കുന്നവനല്ലേ എൻ്റെ രാമൻ? അവന്റെ നാശത്തിനായി നീ ഒരുങ്ങിയത് എന്തുകൊണ്ടാണ്? കാകോള വിഷമാർന്ന ഒരു ക്രൂര സർപ്പത്തെയാണ് ഞാൻ എൻ്റെ പട്ടമഹിഷിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ അരമനയിൽ ഇത്രയും കാലം കിടത്തിയത്. ഈ നിന്നെയാണോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്? നാട്ടുകാരെല്ലാം ഒരുപോലെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നുണ്ണി, എൻ്റെ രാമൻ, ആ ഓമന മകനെ ഞാൻ എന്തു പേര് പറഞ്ഞാണ് ഉപേക്ഷിക്കുക എന്ന് നീയൊന്ന് എനിക്ക് പറഞ്ഞതാ. മറ്റാരെ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം. അവനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം അവാച്യമാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ പൊന്നോമന കുഞ്ഞാണവൻ. അവനെ കാണാതായാൽ ഞാൻ മരിക്കും. ദശരഥന്റെ നാമജപം, ദശരഥന് കൊടുത്ത അഫർമേഷൻ, ദശരഥൻ ഇന്നും പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രം മറക്കരുത്. രാമനെ കാണാതായാൽ ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും. എന്താ ദശരഥന്റെ നാമജപം? രാമനെ കാണാതായാൽ ഞാൻ മരിക്കും. നമ്മുടെയൊക്കെ നാമജപം എന്താ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാ? നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? സുഖമല്ല എന്നുറപ്പാണ്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദുഃഖമാണ്, വിഷമമാണ്, സങ്കടമാണ്, രോഗാദി പീഡകളാണ്. നമുക്കതൊക്കെ വരുന്നുമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എപ്പോഴോ ഒരിക്കലാണ് നമ്മൾ സന്തോഷത്തെയും ആനന്ദത്തെയും പറ്റി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ചിന്തിക്കുന്നത് രോഗങ്ങളെ കുറിച്ചാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ പരസ്പരം സംസാരിക്കുന്നതും അത് തന്നെ. സംശയമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് എന്നെ ഇങ്ങനെ പൊക്കി പറയാതിരിക്കട്ടെ, ഞാൻ ആരാന്നറിയോ, ഞാനൊരു കേമനാണ്, നിങ്ങൾക്കറിയുമോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങനെ വളരെ പൊക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ നിങ്ങൾ പരസ്പരം എന്തായിരിക്കും സംസാരിക്കുക? എന്തൊരു തള്ളാ തള്ളിയതല്ലേ ആ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ തള്ളാൻ പാടുണ്ടോ, എന്താ പൊക്കിയില്ലേ അല്ലേ? എത്ര പ്രാവശ്യം പറയും? ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും. ഞാൻ ഇവിടെ ഇരുന്ന് പറയാണ്, എൻ്റെ കഷ്ടപ്പാടുകൾ നിങ്ങളോട് പറയാണ്, എൻ്റെ രോഗങ്ങളെ കുറിച്ച് പറയാണ്. എനിക്കിങ്ങനെ ക്യാൻസർ ഉണ്ട്, അത് 4th സ്റ്റേജായി. ആവശ്യം ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും നിങ്ങളോട് പറയുകയാണെന്നിരിക്കട്ടെ. നിങ്ങളിത് കഴിയുമ്പോൾ പരസ്പരം സംസാരിക്കും. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നതിനോട് ചോദിക്കുള്ളൂ, കഷ്ടമായി മാറി. നിങ്ങൾ പരസ്പരം പറയും, തല ഈശ്വരൻ അല്ലെങ്കിലും കണ്ണില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയും. എത്ര പ്രാവശ്യം പറയും? പല പ്രാവശ്യം പറയും. പിറ്റേ ദിവസം കാണുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ടാവും? അടുത്ത വർഷം ഞാൻ വന്നാൽ എന്നോട് ആദ്യം നിങ്ങൾ ചോദിക്കുക എങ്ങനെയുണ്ട്. ആ ഒരു വർഷവും നിങ്ങൾ ഇത് മറക്കില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഇത് സംസാരിക്കും, പരസ്പരം കണ്ടാൽ സംസാരിക്കും. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യമേ സംസാരിച്ചുള്ളൂ. പക്ഷെ ദുഃഖം, സങ്കടം, വിഷമം, രോഗാദി പീഡകൾ എല്ലാ ദിവസവും നാമജപം പോലെ മുടക്കാതെ നൈരന്തര്യത്തോടുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് കിട്ടും? ദശരഥന്റെ അഫർമേഷൻ മന്ത്രം, രാമൻ പോയാൽ ഞാൻ മരിക്കും. ശരിയായില്ലേ? മന്ത്രമോദിയാൽ ഫലമുണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഏത് മന്ത്രമാണോ നമ്മൾ ജപിക്കുന്നത് ആ മന്ത്രം നമുക്ക് അത് തരും. പക്ഷെ ഏത് മന്ത്രം ജപിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഓതുന്ന മന്ത്രമാണ്. അതുകൊണ്ട് അവനെ കാണാതായാൽ എൻ്റെ ജീവിതം നശിക്കും, ഞാൻ ഇല്ലാതാകും. സൂര്യനില്ലാതെ വേണമെങ്കിൽ ലോകം നിലനിൽക്കാം, രാമനില്ലാതെ ഞാൻ നിലനിൽക്കില്ല. വെള്ളമില്ലാതെ വേണമെങ്കിൽ സസ്യം വളരാം, രാമനില്ലാതെ ഞാൻ നിലനിൽക്കില്ല. രാമനില്ലാതെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ശിരസ് നിന്റെ കാൽക്കൽ, നിന്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ രാമനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് 85 വയസ്സുള്ള ആ അച്ഛൻ തൻ്റെ ശിരസ് തൻ്റെ പ്രിയതമയുടെ കാൽക്കൽ ആ നെറ്റിമുട്ടിച്ച് പാവം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെങ്ങനെയായി ഇങ്ങനെ ഒരു ചിന്തയുണ്ടായത്? ഇങ്ങനെയായിരുന്നില്ലല്ലോ നീ. അല്ല, ഇനി ഭരതനോട് എനിക്ക് എത്ര സ്നേഹമുണ്ട് എന്ന് അളക്കാൻ വേണ്ടി നീ ഇങ്ങനെ പറയുന്നതാണോ? നോക്കണേ, മനുഷ്യന് അവസാനത്തെയും ഒരു പിടിവള്ളി ഉണ്ടല്ലോ, ഇങ്ങനെയാണോ?
ധർമ്മമൂർത്തിയായ രാമനാണ് എൻ്റെ മൂത്ത മകൻ എന്നല്ലേ നീ എന്നോട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? ആ രാമൻ നിനക്ക് മൂത്ത പുത്രനാണെങ്കിൽ ആ പുത്രനോട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? എന്താ ഇങ്ങനെ ഒരു മനസ്സുമാറ്റം നിനക്ക്? ഇക്ഷ്വാകു വംശത്തിൽ ഒരു വലിയ അനീതിയല്ലേ നീ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അപ്രിയം ചെയ്യാത്ത നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്രിയം ചെയ്യുന്നത്? മഹാത്മാവായ ഭരതന് തുല്യനല്ലേ രാഘവൻ? അങ്ങനെയല്ലേ നീ 100 തവണ എന്നോട് പറഞ്ഞത്? ഭരതനേക്കാൾ ഭക്തിയോടുകൂടി രാമൻ എന്നെ പരിചരിക്കുന്നുവെന്ന് നീ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം, ആനന്ദം എത്രയായിരുന്നു എന്നറിയുമോ നിനക്ക്? എന്നിട്ടും എന്തേ നീ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? രാമന്റെ ഗുണങ്ങൾ എന്നും നീ എന്നോട് പറയാറില്ലേ? എൻ്റെ മകൻ ഋഷീന്ദ്ര തുല്യ തപസ്സോട് കൂടിയ ദേവസദൃശനാണ് എൻ്റെ രാമൻ. ആ രാമനെ വിട്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ലോകത്തിലുള്ളവരെല്ലാം എൻ്റെ രാമന്റെ ഗുണങ്ങളെ വാഴ്ത്തുന്നത് നീ കേട്ടിട്ടില്ലേ? ഒരു മഹർഷീന്ദ്രന്റെ തേജസ്സാണ് എൻ്റെ കുഞ്ഞിനുള്ളത്. ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ കാണാതിരിക്കുക കൈകേയി? ഇതാ വീണ്ടും ഞാൻ നിന്റെ കാലു പിടിക്കട്ടെ എന്ന് പറഞ്ഞ ആ വൃദ്ധ പിതാവ് കൈകേയിയുടെ കാലിൽ തൊട്ട് വീണ്ടും ശിരസ് മുട്ടിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. ഈ ദുഃഖവും ഈ കരച്ചിലുമൊന്നും കൈകേയിയുടെ മനസ്സിനെ മാറ്റിയില്ല. നോക്കണേ, ഒരു മനുഷ്യന് ഹൃദയത്തിൽ കുറച്ചലിവ് തോന്നണ്ടേ? ചിലരിങ്ങനെയാണ്, അവർക്കിതൊന്നും മനസ്സിലാവില്ല. ചിലരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യാതൊരു ദയവുമില്ലാതെ കൈകേയി ദശരഥനോട് പറഞ്ഞു, ഹേ മഹാരാജാവേ, ആദ്യം 2 വരങ്ങൾ തരിക, പിന്നീട് ആ തന്നതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങിനി ധർമ്മത്തെക്കുറിച്ച് എന്തു പറയും? അങ്ങ് ധർമ്മം പാലിക്കൂ, വാക്കു പാലിക്കൂ, സത്യനിഷ്ഠനായിരിക്കണം രാജാവ് എന്ന് പറഞ്ഞാൽ ഏതൊരുവളുടെ കാരുണ്യവും ഏതൊരുവളുടെ ദയയുമാണ് അങ്ങയുടെ ആ ശരീരത്തിലോടുന്ന ജീവൻ എന്നറിയുമോ? അത് ഞാനാണ്. ഞാനല്ലേ അങ്ങയുടെ ജീവൻ രക്ഷിച്ചത്. അങ്ങ് ഇന്ന് ജീവനോടെ ഉണ്ട് എന്നതിൻ്റെ കാരണം ഞാനല്ലേ? ആ എന്നോട് വാക്ക് തെറ്റിക്കുന്നത് ധർമ്മമാണോ രാജാവേ? മാത്രമല്ല, അങ്ങയുടെ പൂർവികന്മാരെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കൂ. ഒരു പ്രാവിന് വേണ്ടി ശിബി ചക്രവർത്തി തൻ്റെ ജീവൻ വരെ സമർപ്പിച്ച കഥ കേട്ടിട്ടില്ലേ? സത്യപാലനത്തിനാണ്, വാക്കോതിയതിനാണ്. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ മാംസം മുഴുവൻ കേവലം ഒരു പ്രാവിന് വേണ്ടി സമർപ്പിച്ച ശിബി ചക്രവർത്തിയുടെ ആ ചരിതമുറങ്ങുന്ന ഈ സംസ്കാരത്തിൽ അങ്ങക്കെങ്ങനെയാണ് ഈ വാക്കുമാറാൻ പറ്റുന്നത്? തീരങ്ങളെ അതിക്രമിക്കാതെ സമുദ്രം ആ നിലനിൽക്കുന്നത്, സ്വയം തന്നെ നിയന്ത്രിക്കുന്നത് ആ ധർമ്മം എന്ന പ്രതിജ്ഞയെ പാലിക്കുവാനാണ്. സമുദ്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തീരങ്ങളെ ഞാൻ അതിക്രമിക്കുകയില്ല എന്നത് സമുദ്രത്തിൻ്റെ സത്യമായ വാക്കാണ്. അതുകൊണ്ട് സമുദ്രം ഒരിക്കലും ആ തീരങ്ങളെ ഒരിക്കലും അതിക്രമിക്കാറില്ല. അങ്ങ് ധർമാധർമ്മങ്ങൾ നോക്കാതെ ചെയ്ത ആ പ്രതിജ്ഞയുണ്ടല്ലോ, ആ പ്രതിജ്ഞാദ്യം നിറവേറ്റു. അല്ലെങ്കിൽ അങ്ങയുടെ മുന്നിൽ വിഷം പാനം ചെയ്ത് ഞാൻ മരിക്കും. അന്നോട്ട് വിഷം കൂടിയിട്ടോ, കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ വിഷം കുടിക്കും. ഞാൻ ഇപ്പൊ തൂങ്ങും. ഇതന്നുണ്ട്. ഇതൊന്നല്ല, 2 അല്ല, പല പ്രാവശ്യം രാമായണത്തിലുണ്ട്. ഇനി എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇനിയും എനിക്ക് രാജമാതാവെന്ന നിലയിൽ കൗസല്യയുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നതിനേക്കാളും ഭേദം. ഇനി പ്രശ്നങ്ങളുടെ മൂലം മനസ്സിലാക്കി പൊക്കോളൂ. അവരുടെ മുന്നിൽ കുമ്പിടുന്നതിനും ഭേദം ഞാനിവിടെ നിന്ന് ഇറങ്ങും. ഇല്ലേ? ഈ ഡയലോഗൊക്കെ കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? പലരിൽ നിന്നും കേട്ടില്ലേ? ഈ പറഞ്ഞ വാക്കുകളൊന്നും പഴയ രാമായണത്തിലെ അല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നാം കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ് പല വാക്കുകളും. രാമായണത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്. പക്ഷേ ആ രാമായണ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് അവളുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നതിലും ഭേദം മരണമാണ് എനിക്ക് പ്രിയം. രാമനെ സിംഹാസനത്തിൽ വാഴിച്ച് എന്നെ ഉപേക്ഷിച്ച് കൗസല്യയോടൊപ്പം രമിക്കാനാണ് അങ്ങയുടെ പദ്ധതിയെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. കൈവിട്ടു പോകും പലതും. ഇത്രയും കാലം അനുഭവിച്ച അധികാരത്തിൻ്റെ മധുരം കൈവിട്ടാൽ അതിന് അച്ഛനെ കൊല്ലണോ? കൊല്ലാൻ തയ്യാറായിരുന്നു ആ വംശത്തിൻ്റെ ചരിതം മുഴുവൻ.
അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച് മകൻ ഭരിച്ച ചരിതം നമ്മളെ അതിക്രമിച്ച് ഈ ഭാരതത്തിന്റെ അതിർത്തിയും ഭേദിച്ചു വന്ന് ഇവിടെ ആക്രമിച്ച് കയറിയവരുടെ ചരിത്രം നോക്കൂ. ആ അച്ഛനെ ആക്രമിച്ച് ഭരണത്തിലിരുന്ന ജ്യേഷ്ഠനെ അനുജൻ പിന്നിൽ നിന്ന് കുത്തി, എന്നിട്ട് അനുജൻ ഭരണത്തിലേറി. എന്തിന്? സുഖിക്കാൻ. എന്നിട്ട് സുഖം കിട്ടിയോ? ആ അനുജനെ ആ ജ്യേഷ്ഠന്റെ മകൻ കൊന്നു. നിങ്ങൾ മുഗള വംശത്തിന്റെ ചരിതം മൊത്തം എടുത്ത് വായിച്ചു നോക്കൂ. ആ മുഗളന്മാരുടെ ഒരു പ്രതിനിധിയായിരുന്നു കംസനും. സ്വന്തം അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു രാജാവാണ്. കംസനൊക്കെ ഏതാണ്ട് ആ ഒരു സ്വഭാവമാണ് കിട്ടിയത്. എന്നിട്ട് ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? ഇതാ ഇവിടെ നോക്കൂ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് കൈകേയിയുടെ മനസ്സ്. കൈകേയിയുടെ മനസ്സിന്റെ ആ വിചിത്ര സ്വഭാവം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കണ്ടുകൂടെ? അധികാരത്തിന്റെ സുഖം ഒരിക്കലെങ്കിലും അനുഭവിച്ച് അതിന്റെ സ്വാദ് പറ്റിയവൻ ആരെ വെട്ടിയിട്ടാണെങ്കിലും അതിൽ കയറിയിരിക്കും. അതിനുവേണ്ടി ഏതിലും പോകും. പറഞ്ഞ നേരം കൊണ്ട് എത്ര പാർട്ടിയെ മാറി. ഒരു വട്ടം അടിച്ച അടുത്ത വീണ്ടും അതിൽ തന്നെ വരും. കാരണം ഈ സുഖം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. ആളുകൾ എൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ആ ഒരു സുഖം, വേണ്ടത്ര സമ്പത്ത്, സൗഭാഗ്യങ്ങള്, എല്ലാവരും തന്നെ കാണാൻ കാത്തിരിക്കുന്നു. എന്തൊരു സുഖമാണ്. പക്ഷെ സുഖം അനുഭവിക്കാൻ പറ്റില്ല. ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് കിട്ടിയത് സന്തോഷത്തോടുകൂടി ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈകേയിയുടെ ഹൃദയഭേദകമായ വാക്കുകൾ കേട്ട് രാമനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബോധരഹിതനായ ഒരു കടപുഴുകിയ വൃക്ഷം താഴെ പതിക്കുന്നത് പോലെ ദശരഥൻ ഇതാ വീണ്ടും ബോധരഹിതനായി താഴെ പതിച്ചു. ദശരഥന് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ഓമന മകൻ കാടുകൂകി കഴിഞ്ഞാൽ കൗസല്യയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തൊരു ഉത്തരം പറയും? കൈകേയി, കൗസല്യയെ നിന്റെ ഹിതം നോക്കി. ഇനി ഏറ്റുപറച്ചിലാണ്. എന്തായിരുന്നു കൗസല്യയും ദശരഥനും തമ്മിലുള്ള ദാമ്പത്യമെന്ന് മനസ്സിലാക്കിക്കോളൂ. നമ്മൾ പലർക്കും വേണ്ടി പലരെയും ഉപേക്ഷിച്ചിട്ടുണ്ട്. പലർക്കും വേണ്ടി പലരെയും നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവർ നമ്മുടെ ജീവിതത്തിൽ തീരാ ദുഃഖമായി മാറുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദശരഥൻ പറയുകയാണ്, കൗസല്യയെ നിന്റെ ഹിതം നോക്കി മാത്രം ഞാൻ അവളെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ആ പ്രിയവാദിനിയെ, എനിക്ക് പ്രിയം മാത്രം ചെയ്ത ആ പ്രിയവാദിനിയെ ഞാൻ നിനക്ക് വേണ്ടി ഒരിക്കലും പൂജിച്ചിട്ടില്ല. അവരെ നിനക്ക് വേണ്ടി ഞാൻ തിരസ്കരിച്ചു. രാമൻ പോയാൽ ഞാൻ മരണപ്പെടും. നോക്കണേ, കൗസല്യക്ക് ദുഃഖമുണ്ടാകും, നിനക്ക് സന്തോഷമല്ലേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്നെ വീണ്ടും നിർബന്ധിക്കുകയാണോ? ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. സുമിത്രയെയും കൗസല്യയെയും ഞാൻ പരിഗണിച്ചിട്ടില്ല. അവരുടെ അന്തഃപുരത്തിൽ ഞാൻ പോയിട്ടില്ല. അവർക്ക് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്നിൽ നിന്ന് കിട്ടേണ്ട ഒരു ലാളനയും കിട്ടിയിട്ടില്ല. തിരസ്കാരം മാത്രമായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തത്. ഇപ്പോൾ നിന്നെ മാത്രം വിചാരിച്ച് നിനക്ക് വേണ്ടി ജീവിച്ച ഞാൻ ഇപ്പോൾ പുറത്തായി. ഇതല്ലേ നമ്മൾ കാണുന്നേ? ലോകം മുഴുവൻ ഈ ദശരഥ മനസ്സ്. ദശരഥനെ വീണ്ടും മനസ്സിലാക്കണം, 99 ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ ഒന്ന് ദശരഥനെ സംബന്ധിച്ച് ദശരഥന്റെ ജീവിതത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. കൈകേയിക്ക് ഇതൊന്നും പ്രശ്നമല്ല. ദശരഥന്റെ അപേക്ഷകളും നിവേദനങ്ങളും ഒന്നും കൈകേയി ചെവിക്കൊണ്ടില്ല. അവർ സത്യധർമ്മങ്ങളുടെ വാക്കോതിക്കൊണ്ട് രാജാവെ അങ്ങ് വാക്കുപാലിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കുതിരയെ എങ്ങനെയാണ് ഒരു സാരഥി ചാട്ടവാറുകൊണ്ടടിച്ച് വേദനിപ്പിക്കുന്നത് അതുപോലെ പിന്നിൽ നിന്ന് വേദനിപ്പിച്ചുകൊണ്ട് അന്നത്തെ ആ രാത്രി മനസ്സിൽ കാണണേ. രാവിലെ സിംഹാസനാരോഹണം പ്രഖ്യാപിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോഴാണ് മന്ധര ഇത് കണ്ടത്. ആ ഉച്ച സമയം കഴിഞ്ഞ് തൻ്റെ പ്രിയതമയുടെ അടുത്ത് പോയ ഭർത്താവ് 2 മണി മുതൽ ആ രാത്രി മുഴുവൻ കരഞ്ഞ് 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 ഉറങ്ങാതെ ആ ഭ്രാന്ത് പിടിച്ച ആ രാത്രി ഉറങ്ങിയില്ല. കരഞ്ഞ് കാലിൽ വീണ് ബോധം കെട്ട്
ജീവിതത്തിൽ ഇത്രയും വലിയ ദുഃഖം ദശരഥൻ അനുഭവിച്ചിട്ടില്ല. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തു. അന്ന് രാവിലെയാണ് രാമന്റെ സിംഹാസനാരോഹണം എന്ന് മറക്കരുത്. വസിഷ്ഠൻ അഭിഷേകത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. എല്ലാം കഴിഞ്ഞ് സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, രാജാവിനിയും വന്നിട്ടില്ലല്ലോ. എപ്പോഴും ദശരഥന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു കയറുവാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമുള്ള ആ സുമന്ത്രർ വേഗം രാജാവിൻ്റെ അന്തഃപുരത്തിൽ ചെന്ന് രാജാവിനെ വിളിച്ചുണർത്തുല്ലോ. നല്ല നല്ല ഗീതങ്ങൾ പാടി രാജാവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് രാജാവ് ഉറങ്ങുകയാണല്ലോ, വിളിച്ചുണർത്തുകയാണ്. നമ്മൾ വിളിച്ചുണർത്തുന്നത് പോലെയല്ല എന്ന് നമുക്കറിയാമല്ലോ. നല്ലത് പറഞ്ഞാണ് വിളിച്ചുണർത്തുക. ആ കാലം അങ്ങനെയുള്ള കാലമായിരുന്നു. ഈ കാലമല്ല. നല്ലത് പറഞ്ഞ് കേൾക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, നീ പറയുന്ന വർണ്ണനകളൊക്കെ എൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നു. എനിക്ക് വിഷമം വരുന്നു. ദശരഥൻ കരയുന്നത് കണ്ട്, ആദ്യമായി ദശരഥൻ കരയുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ സുമന്ത്രർ, ആ നിഴൽ പറ്റി മാത്രം ജീവിച്ച സുമന്ത്രൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ കൈകേയി പറഞ്ഞു, സുമന്ത്രരെ, രാജ്യാഭിഷേകത്തെ പറ്റി ചിന്തിച്ച് സന്തോഷ കണ്ണീരാണ് ആ വരുന്നത്. നീ വിഷമിക്കൊന്നും വേണ്ട. സന്തോഷ കണ്ണീരാണ്. തൻ്റെ മകൻ്റെ അഭിഷേകമല്ലേ. അതുകൊണ്ട് രാജാവിന് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രി മുഴുവൻ ഒന്നും പറയാതെ അങ്ങനെ സന്തോഷ കണ്ണീരോടുകൂടി ഇരിക്കുകയാണ്. ഉടനെ കൈകേയി പറഞ്ഞു, സുമന്ത്രരെ, രാമനോട് വരാൻ പറയൂ. സുമന്ത്രർ പറഞ്ഞു, രാജ ആജ്ഞയില്ലാതെ ഞാൻ എങ്ങനെയാണ് രാമനെ വിളിക്കുക? ഉടനെ ദശരഥൻ പറഞ്ഞു, എൻ്റെ രാമനെ എനിക്ക് കാണണം സുമന്ത്രനെ, വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വാവിട്ട് കരയാണ്. രാമനെ വിളിക്കുവാൻ സുമന്ത്രർ വേഗത്തിൽ പോയി. രാമൻ വേഗത്തിൽ തിരിച്ചെത്തി. അച്ഛനെ കണ്ടതും അച്ഛൻ്റെ കാൽപാദത്തിൽ വണങ്ങി, കാല് വന്ദിച്ചു. പക്ഷെ അച്ഛൻ ആ കട്ടിലിൽ ഒരു വശത്ത് കൈ ഊന്നിക്കൊണ്ട് വെറും നിലത്തിരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്നത്, ഏന്തി ഏന്തി കരയുക, ഏങ്ങലടിച്ച് കരയാന്നൊക്കെ പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ആഴമാണ്. നമുക്ക് എത്ര ദുഃഖമുണ്ടോ ആ ദുഃഖത്തിൻ്റെ ആഴമാണ് ഏങ്ങലടിച്ച് കരയുക എന്നത്. ആ അച്ഛൻ കൊച്ചു കുഞ്ഞിനെ പോലെ രാമന്റെ പേരും വിളിച്ച് ഹാ രാമ എന്നും പറഞ്ഞ് ആ അച്ഛൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ ചിന്തിച്ചു, എന്തേ എൻ്റെ അച്ഛൻ എന്നെ ആശീർവദിക്കാത്തത്? ഞാൻ എന്ന് വന്നാലും പിടിച്ചു മടിയിലിരുത്തി മൂർധാവിൽ ചുംബിക്കുന്ന എൻ്റെ അച്ഛന് ഇതെന്താണ് പറ്റിയത്? അത്ഭുതപ്പെട്ടുകൊണ്ട് കൈകേയിയോട് ചോദിച്ചു, അച്ഛൻ ഇത്രയും വിഷമമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൈകേയി ഉടനെ പറഞ്ഞു, രാജാവ് കോപിച്ചിരിക്കുകയല്ല, രാജാവിന് യാതൊരു അസുഖവുമില്ല. അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം നീയാണ് രാമ. ആ വാക്ക് നോക്കിക്കോളൂ. അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം നീയാണ്. നീ വിഷമിക്കുമോ എന്നറിയാത്തത് കൊണ്ട് അച്ഛൻ മിണ്ടാതിരിക്കുകയാണ്. രാമൻ ഉടനെ ചോദിച്ചു, എൻ്റെ അച്ഛന് എന്നോട് എന്തു പറയാമല്ലോ? ഇനി ആ രാമനെ നമ്മളൊന്ന് മനസ്സിലാക്കൂ. രാമൻ പറയുകയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ അഗ്നിയിൽ ചാടും. കാഗോള വിഷം കുടിക്കാൻ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞാൽ ഞാനത് സന്തോഷത്തോടു കൂടി ചെയ്യും. ഏത് കാര്യവും എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ചെയ്യുന്ന എന്നോട് എന്തിനാണ് അച്ഛൻ പറയാതിരിക്കുന്നത്? ഉടനെ കൈകേയി പറഞ്ഞു, രാമ, കാര്യം ഞാൻ പറയാം, പക്ഷെ നീ അത് പാലിക്കണം. രാമൻ പറഞ്ഞു, രാമൻ 2 വാക്ക് പറയില്ല. ഇതാണ് രാമൻ കേട്ടത്. ഏതൊരു വാക്കോതിയോ ഏതൊരു സത്യമോതിയോ ആ സത്യത്തിന് വേണ്ടി ജീവിതത്തിൽ എന്ത് ത്യാഗം ചെയ്യാനും ദുഃഖം ചെയ്യാനും രാമൻ തയ്യാറാണ്. ദേവി, ഞാൻ ഒരിക്കലും 2 വാക്കോതില്ല, രാമന് വാക്കൊന്നേയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദേവാസുര യുദ്ധകാലത്തെ ആ കഥകളെല്ലാം പറഞ്ഞ് രാമനോട് പറഞ്ഞു, രാമ, ആ 2 വരം നിന്റെ അച്ഛൻ എനിക്ക് തരണം. ആ വരം ഇതാണ്, നീ 14 ആണ്ട് കാട്ടിൽ വാഴണം, ഭരതൻ യുവരാജാവായി അഭിഷേകം ചെയ്യണം. കൈകേയിയുടെ ദാരുണ വാക്കുകൾ കേട്ടപ്പോൾ രാമന്റെ മുഖത്തിനൊരു മാറ്റമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമൻ പറഞ്ഞു, തീർച്ചയായും അമ്മ, ഞാനിതാ കാട്ടിൽ പോകുന്നു. അമ്മ പ്രസാദിക്കൂ, അമ്മ സന്തോഷിക്കൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു വിഷമമുള്ളത്, എന്തേ എൻ്റെ അച്ഛൻ എന്നോട് ഇത് പറയാത്തത്? അച്ഛൻ ആജ്ഞാപിച്ചാൽ സന്തോഷത്തോടു കൂടി ഞാൻ സീതയെ ഉപേക്ഷിക്കുമല്ലോ. നോക്കണേ, ശ്രദ്ധിക്കണേ.
രാമന്റെ അഫർമേഷൻ, രാമന്റെ മന്ത്രം മുഴുവൻ രാമൻ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, പല പ്രാവശ്യം രാമൻ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ സീതയെ ഉപേക്ഷിക്കും, ലക്ഷ്മണനെ ഉപേക്ഷിക്കും, എൻ്റെ ജീവൻ വരെ ഞാൻ ത്യജിക്കും, ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കും. ഇത് 1 പ്രാവശ്യമല്ല. രാമൻ ഏതൊരു മന്ത്രമോതി ജീവിച്ചുവോ അത് രാമന്റെ ജീവിതത്തിലും വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വിപരീത അനുഭവങ്ങളെല്ലാം നമ്മൾ കൈനീട്ടി വിളിച്ചുണ്ടാക്കിയതാണ് പലതും. ആകസ്മികമെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇന്നലകളിൽ നമ്മൾ ചിന്തിച്ചതും വിചാരിച്ചതും പലതും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. വിപരീത ചിന്തകൾ ഒരിക്കലും മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴേക്കും പരാജയപ്പെടുമോ, പൊളിഞ്ഞു പോകുമോ, ഇനി നിങ്ങളത് തുടങ്ങണ്ട. കാരണം ഒരു വിപരീത ചിന്ത മനസ്സിൽ വന്നാൽ അതിനനുസരിച്ച് ഈ പ്രകൃതി അതൊരു തരംഗമാണ്. നമ്മുടെ ചിന്തകൾ പോലും ഈ തരംഗം അത് പലതിനെയും സ്വാധീനിക്കും. അതുകൊണ്ട് ശൃംഗി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടവൻ ആരായാലും അഷ്ടനാഗങ്ങളിൽ ഒരുവനായ തക്ഷകന്റെ വിഷജ്വാലയേറ്റ് മരണപ്പെടട്ടെ എന്ന് കൗശകി നദിയിലേക്ക് ഇറങ്ങി കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ശപിച്ചപ്പോൾ ആ തക്ഷകൻ 100 മീറ്റർ അപ്പുറത്തുണ്ടായിരുന്നില്ല. കാതങ്ങളോളം അപ്പുറത്ത്, എത്രയോ കിലോമീറ്ററുകളോളം അപ്പുറത്ത് കിടക്കുന്ന ആ തക്ഷകനെ ഈ ശൃംഗിയുടെ വാക്കാകുന്ന ആ തരംഗം ചെന്ന് തട്ടി ആ കൊത്തുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓരോ വാക്കും മന്ത്രമാണെന്നും ആ മന്ത്രം ശരിയായി അക്ഷരങ്ങൾക്ക് ജീവൻ കൊടുത്തു പറഞ്ഞാൽ അത് മറ്റൊരാളെ സ്വാധീനിക്കും. വെറുതെ ഒരമ്മ എപ്പോഴും ഒരു കുഞ്ഞിനെ പറ്റി പറയുന്ന വാക്കുണ്ട്, ഇതെന്തൊരു നശീകരണമാണ് ഈശ്വര എന്ന്, ഇതെന്തൊരു കാലനായി ഈശ്വര. അമ്മയുടെ വാക്കല്ലേ. അന്ന് രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ് പറഞ്ഞു, അമ്മേ എനിക്കിന്ന് യൂണിഫോം ഇടാൻ ആ കുഞ്ഞിന്റെ കാല് ആ ഷൂവിന്റെ ഉള്ളിലേക്ക് കയറ്റും. അമ്മ ഷൂ വേണ്ട 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 എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ആ പിഞ്ചു കാൽ പിടിച്ച അമ്മ ഷൂവിന്റെ ഉള്ളിലേക്ക് ആ കാൽ കയറ്റുമ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, അമ്മ ഷൂ വേണ്ട. പക്ഷേ അമ്മയുടെ കാർക്കശ്യം ആ കുഞ്ഞിന്റെ പാദം ആ ഷൂവിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന ആ വിഷസർപ്പത്തിന്റെ കടിയേറ്റുകൊണ്ട് ആ കുഞ്ഞ് അവിടെ വീണു മരിക്കുകയാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പറ്റാത്ത കിടാങ്ങളെ, നിങ്ങൾ ആരാ? ദൈവജ്ഞരാണ്. അവർ പറയുന്ന പല വാക്കിലും അവരുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ അദൃശ്യമായി പറയുന്ന വാക്കാണ്. കുഞ്ഞുങ്ങൾ ദേവന്മാരാണ്, ദേവവാണിയാണ്. അതുകൊണ്ടല്ലേ ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഒരു ഈശ്വര വിലാപമാണ്. ഓരോ കുഞ്ഞിന്റെയും വാക്കുകൾ ശ്രദ്ധിക്കൂ. പക്ഷെ ഈ അമ്മ എന്നും ചൊല്ലിയ വാക്ക് ഇതാ സത്യമായി, ഇതെന്തൊരു നശീകരണമാണ്. കുഞ്ഞുങ്ങളെ ശാപവാക്കുകൾ പറയരുത്, ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരു ഇറുക്കിലി എടുത്തോ എന്തെങ്കിലും എടുത്ത് തല്ലിക്കോളൂ. വാക്കാകുന്ന ശരമാ ഹൃദയത്തിൽ വീണാൽ ഒരിക്കലും നിങ്ങളെ അവർ സ്നേഹിക്കില്ല. ഭാര്യയെ സ്നേഹിക്കില്ല, ഭർത്താവിനെ സ്നേഹിക്കില്ല. ആരാ സ്നേഹിക്കുക നമ്മളെ? നമുക്കാകെ ആവശ്യം നമുക്ക് സ്നേഹം തരുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കൊരാളുടെയും പണം വേണ്ട. നമുക്കാകെ വേണ്ടത് എന്താ? നല്ല വാക്കുകളാണ്. നല്ല വാക്കോതാനുള്ള ആ ഒരു അനുഗ്രഹം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സർവ്വതും നമുക്ക് വന്നു ചെയ്യും. നല്ല വാക്കോതാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് രാമൻ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞാൽ ഞാൻ സീതയെ ഉപേക്ഷിക്കും, രാജ്യത്തെ ഉപേക്ഷിക്കും, ധനത്തെ ഉപേക്ഷിക്കും, എൻ്റെ പ്രാണനെ പോലും ഞാൻ ഉപേക്ഷിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അധോമുഖനായിരുന്ന് താഴേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ കരയുന്നത്? എന്താ? എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞുകൂടെ ഭരതനെ മാത്തുല ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഭരതനെ യുവരാജാവാക്കാം രാമ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കൊണ്ടുവരുമായിരുന്നല്ലോ. പിന്നീട് എന്തേ എൻ്റെ അച്ഛൻ ഇത് പറയാത്തത്? അതുകൊണ്ട് ഭരതൻ വേഗം വരട്ടെ,
അമ്മ എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, ഭരതന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവനെ ശരവേഗത്തിൽ ഞാൻ കൊണ്ടുവന്നുകൊള്ളാം, നീ നിന്റെ കാര്യം നോക്കൂ രാമ. എത്ര നിഷ്ഠൂരയാണെന്ന് നോക്കൂ. ഇങ്ങനെയൊക്കെ അധപ്പതിക്കാൻ പറ്റുമോ? പറ്റും. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കാമുകന്റെ കൂടെ ജീവിക്കുവാൻ വേണ്ടി കൊല്ലുന്ന അമ്മ നമ്മുടെ മുന്നിലുണ്ട്. തൻ്റെ മകനെ മറ്റൊന്നിനു വേണ്ടി ഇല്ലാതാക്കാൻ മടിയില്ലാത്ത സ്ത്രീകളുമുണ്ട്. അമ്മ എന്നൊന്നും പറയാൻ പറ്റില്ല, സ്ത്രീകളുമുണ്ട്. നമ്മുടെ ലോകത്ത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ വേഗം കാട്ടിൽ പോകും, നീ പോയില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കരയും, ജലപാനം പോലും അദ്ദേഹം കഴിക്കില്ല. അതുകൊണ്ട് രാമ വേഗത്തിൽ പോകൂ എന്ന് പറഞ്ഞ് രാമനെയും ചാട്ടവാറുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദശരഥൻ സഹിക്കാൻ പറ്റാതെ ഹാ കഷ്ടം എന്ന് പറഞ്ഞ് ശോകത്താൽ മൂർച്ഛിച്ച് ബോധരഹിതനായി രാമ എന്നും വിളിച്ച് ദശരഥൻ വീണ്ടും ബോധരഹിതനാകുമ്പോൾ ശ്രീരാമഭദ്രൻ അച്ഛനെ താങ്ങിയെടുത്ത് ആ മഞ്ചലിൽ കിടത്തി ശുശ്രൂഷിക്കുമ്പോൾ വീണ്ടും പിന്നിൽ നിന്ന് രാമ വേഗത്തിൽ നീ വനത്തിൽ പോകൂ എന്ന് കൈകേയി പറയുന്ന സമയത്ത് ഇനി പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കണം. ശ്രീരാമചന്ദ്രൻ ആരാണ് എന്ന് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ തൻ്റെ ദൈവീക ഭാവം പറയുന്ന ഒരു രംഗമുണ്ട്. രാമൻ ആരാണ്, തൻ്റെ കർത്തവ്യം എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിലാണ് ഞാൻ സ്ഥിരപ്രതിഷ്ഠിതനായിരിക്കുന്നത് എന്ന് ശ്രീരാമഭദ്രൻ പറയുന്നുണ്ട്. തന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് നിർബന്ധിക്കുന്ന കൈകേയിയോട് ശ്രീരാമഭദ്രൻ പറയാണ്, നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിദ്ധിമാ ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. ശ്രീരാമഭദ്രന്റെ വാക്കാണ്. ദേവി കൈകേയി അമ്മ, നാ അഹം അർത്ഥപരോ ദേവി, ഞാൻ അർത്ഥത്തിന് വേണ്ടി, പണത്തിനു വേണ്ടി, സുഖത്തിനു വേണ്ടി ജീവിക്കുവാൻ കൊതിച്ച് ഈ ഭൂമിയിൽ പിറന്നവനല്ല. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ. പിന്നെ ഞാൻ ആരാണ് എന്ന് ദേവിക്ക് അറിയണോ? എങ്കിൽ ഞാൻ വിദ്ധിമ ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. ഞാൻ വിമലമായ പരിശുദ്ധമായ ധർമ്മത്തിൽ പ്രതിഷ്ഠിതനായ ഋഷ്യതുല്യനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് അർത്ഥകാമങ്ങളെ ഭുജിക്കുവാൻ വേണ്ടിയിട്ടല്ല. രാമൻ അർത്ഥം വേണ്ട ഭവതി, രാമന് കാമവും വേണ്ട. ഇത് രണ്ടും രാമൻ പരിത്യജിക്കും. രാമന് രാജ്യം പ്രശ്നമല്ല, രാമന് സീതയും പ്രശ്നമല്ല. കാമലംബടനല്ല രാമൻ. കാമത്തെ, സ്ത്രീയെ, സൗന്ദര്യവതിയെ അവർക്കൊന്നും രാമനെ സ്വാധീനിക്കാൻ പറ്റില്ല ഭവതി. നിങ്ങൾ പറയുന്ന രാജ്യവും സുഖവും എനിക്ക് വേണ്ട. ഞാൻ അതിനു വേണ്ടി ജനിച്ചവനല്ല. ഞാൻ ജനിച്ചത് വിദ്ധിമ ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. വിമലമായ ധർമ്മത്തെ കൊണ്ടു നടക്കുന്ന ചിരപ്രതിഷ്ഠിതനായ ഋഷിമാരുടെ ഏറ്റവും തേജസ്സാണ് രാമൻ എന്ന് പറയുന്നത്. ശ്രീരാമഭദ്രന്റെ വാക്കാണ്. അതുകൊണ്ട് രാമൻ അർത്ഥകാമനല്ല, സ്ത്രീചിത്തനാണ് രാമൻ. ധർമ്മത്തിന് വിരുദ്ധമായി അർത്ഥം വന്നാൽ രാമൻ അതിനെ പരിത്യജിക്കും. ധർമ്മത്തിന് വിരുദ്ധമായി കാമം വന്നാൽ രാമൻ അതിനെ പരിത്യജിക്കും. അതുകൊണ്ടാണ് മനസ്സിൽ എത്ര വേദനയുണ്ടെങ്കിലും തൻ്റെ പ്രാണന്റെ പ്രാണനും തൻ്റെ ശ്വാസോച്ഛ്വാസവുമായി കൊണ്ടു നടന്ന സീതാദേവിയെ ശ്രീരാമഭദ്രൻ പരിത്യജിക്കുന്നത്. അത് രാമനെ പറ്റൂ. രാമനെ കുറ്റം പറയുന്ന ഒരുവന് ഇത്രയും സുന്ദരീരത്നം, ഇത്രയും കഴിവും സാമർഥ്യവും വേദാംഗങ്ങളിൽ പാരംഗതയായ ക്ഷാത്രവീര്യമുള്ള സീത എന്ന ആ സൗന്ദര്യധാമത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. രാമൻ കാമത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വമല്ല. സീത പോയതിന് ശേഷം രാമൻ ഋഷിയെ പോലെ ജീവിച്ചു എന്നാണ്. എൻ്റെ സീതയ്ക്കില്ലാത്ത ഒരു സുഖവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജസുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഒരു ഋഷിയെ പോലെ രാജകൊട്ടാരത്തിൽ തപം ചെയ്തു രാമൻ. വിവാഹം കഴിക്കൂ രാമ എന്ന് സർവരും പറഞ്ഞു. ഞാൻ ഏകപത്നി വ്രതം മാത്രമേ ചെയ്യൂ. എൻ്റെ സീതയല്ലാതെ മറ്റൊന്നും
എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അശ്വമേധയാഗത്തിൽ ധർമ്മപത്നിയെ സമീപത്തിരുത്താൻ സർവരും പറഞ്ഞപ്പോൾ ഒരു കാഞ്ചന സീതയെ ഇരുത്തി തൻ്റെ ആ സീതയ്ക്ക് തത്തുല്യമായി ലോകത്തിലൊരു സ്ത്രീരത്നമില്ല എന്ന് പറഞ്ഞ് സീതയെ മനസ്സാൽ കണ്ടുകൊണ്ട് സ്വയം തന്നെ ശിക്ഷിച്ച് സീതയെ ഉപേക്ഷിക്കുക വഴി രാമൻ ശിക്ഷിച്ചത് രാമനെയാണ്. രാമന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു സീത. അതുപോലും പൊതുജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശങ്കയില്ലാതിരിക്കാൻ ദുഃഖങ്ങളെല്ലാം സ്വീകരിച്ച് ശ്രീരാമഭദ്രൻ സീതാപരിത്യാഗം ചെയ്തുവെങ്കിൽ ധർമ്മവിരുദ്ധമായി അർത്ഥവും കാമവും രാമൻ ഭുജിക്കില്ല ഭവതി. അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കണ്ട എന്ന് പറയുന്ന രാമനുണ്ട്. ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ദാസനായിരുന്നു സ്വാമി രാമതീർത്ഥൻ. രാമതീർത്ഥന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചാബിൽ ജനിച്ച നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ, പഞ്ചാബി ബ്രാഹ്മണനാണ് സ്വാമി രാമതീർത്ഥൻ. ഇന്ന് ആ പഞ്ചാബാണ് ഇന്ന് കറാച്ചി, പാകിസ്ഥാന്റെ ഭാഗമായി പോയ പഴയ കറാച്ചിയിൽ ജീവിച്ച രാമതീർത്ഥൻ. വിവേകാനന്ദ സ്വാമികളെ കണ്ടതിന് ശേഷം അധ്യാപകനായിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സർവ്വതും അങ്ങ്, ഗൃഹസ്ഥനായിരുന്നു, എല്ലാം അങ്ങ് പരിത്യജിച്ചു. ഭാര്യ ഉപേക്ഷിച്ചില്ല, പകരം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. രാമൻ കൊട്ടാരത്തിന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലേ? പക്ഷേ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച്, കയ്യിലൊരു പണമില്ല. ഇരിക്കുമ്പോൾ ഒരിക്കൽ ജപ്പാനിൽ പോകണം എന്നൊരു ഉൾവിളി ഉണ്ടായി. ജപ്പാനിൽ പോകുവാൻ വേണ്ടി ആ കപ്പലിൽ കയറി ചെറിയൊരു തോൾസഞ്ചി മാത്രം കയ്യിൽ. 1 മാസമായിരുന്നു കപ്പലിൽ യാത്ര. കയ്യിലൊന്നുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, 1 രൂപയില്ല. 1 മാസത്തിന് ശേഷം ജപ്പാനിൽ കപ്പലെടുത്തു. 1 മാസം കഴിഞ്ഞ് ഉറ്റവരെയും ഉടയവരെയും കാണുവാൻ തിക്കും തിരക്കുമായി മറ്റുള്ളവർ ഇറങ്ങുമ്പോൾ ഏറ്റവും പിന്നിൽ സമാധാനത്തോടുകൂടി സ്വാമി രാമതീർത്ഥൻ അങ്ങനെ നിൽപ്പുറച്ചു. തങ്ങളിൽ നിന്ന് ഭിന്നമായൊരു പെരുമാറ്റമുള്ള ആ കാവി വസ്ത്രധാരിയെ കണ്ടപ്പോൾ അതിലൊരുവൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ലഗേജ് ഒന്നുമില്ലേ? എല്ലാവരും ലഗേജ് ഒക്കെ എടുക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ പോകുന്നത് നമുക്കറിയാം, സ്റ്റേഷൻ എത്തുമ്പോഴേക്കും തിക്കും തിരക്കായിരിക്കും, ലഗേജ് എടുക്കാനുള്ള ബഹളമായിരിക്കും. അപ്പോൾ ഉടനെ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ലഗേജ് ഇല്ലേ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, ഈ ബാഗ് മാത്രമേ ഉള്ളൂ. ശരി, ആരെങ്കിലും നിങ്ങളെ വിളിക്കാൻ വരൂ? എനിക്ക് അങ്ങനെ ആരുമില്ല. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? അപ്പൊ പറയുന്നുണ്ട്, രാമ ഇസ് നോട്ട് ക്യാരിങ് മണി. രാമൻ പണം കൊണ്ട് നടക്കാറില്ല കേട്ടോ. ഇദ്ദേഹം സ്വയം തന്നെ രാമനെ വിളിക്കൂ, രാമതീർത്ഥൻ. രാമതീർത്ഥ പ്രതിധ്വനികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങി വായിക്കൂ. രാമ ഈസ് നോട്ട് ക്യാരിങ് മണി. രാമൻ പണം കൊണ്ട് നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ? നിങ്ങൾ ഇവിടെ ഇറങ്ങിയാൽ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? യെസ്. ആരാണത്? ആ ചോദിച്ചയാളുടെ നെഞ്ചിലേക്ക് തൻ്റെ ചൂണ്ടുവിരൽ ആ നെഞ്ചിൽ കുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളാണത്. അദ്ദേഹമാണ് പിന്നീട് 1 മാസക്കാലം പിന്നീട് ജപ്പാനിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും സഹായിച്ചത് അദ്ദേഹമായിരുന്നു. സ്വയം രാമനാണെന്ന് ധരിച്ച് രാമനെ പോലെ ജീവിച്ച് അർത്ഥകാമനല്ലാത്ത മറ്റൊന്നിനും തന്നെ ബാധിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സ്വാമി രാമതീർത്ഥൻ ഇന്നൊന്ന് ചെന്നിട്ട് ഗൂഗിളിലൊന്ന് ആ പേരടിച്ചു കൊടുക്കും. വിവേകാനന്ദൻ എങ്ങനെയാണോ യൂറോപ്യൻ നാട്ടിൽ പോയി ഭാരതത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞത്, അതേപോലെ ലോകത്ത് ഭാരതം എന്ന് പറയുന്ന നാടിന്റെ ശ്രേഷ്ഠത പറഞ്ഞ സ്വാമി രാമതീർത്ഥൻ. ആ രാമതീർത്ഥൻ രാമന്റെ ഒരു തനി പകർപ്പാണ്, സ്വരൂപമാണ്. രാമൻ പറഞ്ഞു, അല്ലയോ ഭവതി അമ്മ, കൈകേയി അമ്മ, എന്നാലാകുന്നത് പ്രാണൻ വെടിഞ്ഞും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊള്ളാം. പിതൃശുശ്രൂഷയും സത്യപാലനവുമാണ് രാമനെന്ന് അമ്മ മനസ്സിലാക്കൂ. അച്ഛൻ ആജ്ഞാപിച്ചില്ലെങ്കിലും അമ്മയുടെ ആജ്ഞ മതി എനിക്ക് കാട്ടിൽ പോകാൻ. ഇത്രയും നിസാര കാര്യത്തിന് അമ്മ എന്തിനാ അച്ഛനെ വിഷമിപ്പിച്ചത്? എന്നെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ, രാമ നീ കാട്ടിൽ പോകൂ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ഞാൻ പോകുമായിരുന്നല്ലോ. ഞാൻ കൗസല്യാദേവിയോടും സീതാമാതാവിനോടും യാത്ര ചോദിച്ച് ഞാൻ വരാം.
എന്ന് പറഞ്ഞ്, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശ്രീരാമഭദ്രൻ ആ വനവാസത്തിന് തയ്യാറെടുത്ത് കൗസല്യാമാതാവിനെ കാണുവാൻ അച്ഛനെ തൊഴുത് അച്ഛൻ്റെ വാക്കുകൾ കേട്ട്, ഇതിനിടയിൽ ദശരഥൻ്റെ പല വാക്കുകളുമുണ്ട്, അതെല്ലാം കേട്ടുകൊണ്ട് രാമൻ ദശരഥൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി. നേരെ ചെല്ലുന്നത് കൗസല്യാമാതാവിനെ കാണുവാൻ വേണ്ടി ദശരഥൻ്റെ അന്തഃപുരത്തിൽ നിന്നിറങ്ങിയപ്പോൾ ദശരഥൻ്റെ അന്തഃപുര സ്ത്രീകൾ, ദശരഥന് കുറച്ചൊന്നുമല്ല ഭാര്യമാര്, വാൽമീകി രാമായണ പ്രകാരം 300 അന്തഃപുര സ്ത്രീകളുണ്ട്. 3 ഭാര്യമാരും 300 അന്തഃപുര സ്ത്രീകളും. ഈ ഒരു എണ്ണം മനസ്സിൽ വെച്ചോളൂ. നമുക്ക് രാമം ദശരഥം വിദ്ധി കേൾക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ എണ്ണമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. വേദജ്ഞയായ സുമിത്രാദേവിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ട് ആ വാക്ക് അമ്മ പറഞ്ഞു എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ 300 അന്തഃപുര സ്ത്രീകളും 3 ഭാര്യമാരും നമ്മുടെ മനസ്സിൽ വേണം. രാമൻ അന്തഃപുരത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഈ അന്തഃപുര സ്ത്രീകളെല്ലാം വാവിട്ട് കരഞ്ഞു. രാമന്റെ വാക്കോതി കരയാണ്. വീണ്ടും നമ്മുടെ മനസ്സിൽ ശ്രീരാമൻ ആരാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അന്തഃപുര സ്ത്രീകൾ എല്ലാവരും ചേർന്ന് പറഞ്ഞു, നമുക്ക് താങ്ങും തണലുമായ നമ്മുടെ രാമൻ ഇതാ ദൂരത്തെവിടെയോ പോകുന്നു. അമ്മയായ കൗസല്യാദേവിയോട് പെരുമാറുന്ന അതേ സ്നേഹത്തോടുകൂടി, സ്നേഹ ബഹുമാനത്തോടുകൂടി നമ്മോട് എപ്പോഴും പെരുമാറിയിരുന്ന നമ്മുടെ ശ്രീരാമഭദ്രൻ ഇതാ കൊടുങ്കാട്ടിൽ പോകുന്നു. നമ്മുടെ നന്മകൾ മാത്രം കണ്ട് നമ്മളെ എപ്പോഴും ആനന്ദിപ്പിച്ചിരുന്ന നമ്മുടെ രാഘവനിത അരണ്യത്തിലേക്ക് യാത്രയാകുന്നു. ശകാരിച്ചാൽ പോലും പരിഭവമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്ന നമ്മുടെ രാമഭദ്രൻ ഇതാ നമ്മെ വിട്ടു പിരിയുന്നു. ആ ഉണ്ണി ദൂരത്തെവിടെയോ പോകുന്നു. ദശരഥ മഹാരാജാവ് നമ്മളെ പരിഗണിച്ചില്ലെങ്കിലും ആ ഉണ്ണി രാമൻ നമുക്ക് വേണ്ടതെല്ലാം തന്നിരുന്നില്ലേ? നമുക്കെല്ലാം തന്നിരുന്ന നമ്മുടെ ശ്രീരാമഭദ്രൻ ഇതാ കൊടുങ്കാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരു പശുക്കുഞ്ഞിനെ വേർപെട്ട പശുവിൻ്റെ വേദന പോലെ ഈ അമ്മമാരെല്ലാം ആർത്തനാദം മുഴക്കി ശ്രീരാമഭദ്രന്റെ വേർപാടിൽ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് അവർ കരയും. അതും കേട്ട്, അത് കേൾക്കുമ്പോൾ ദശരഥന്റെ ഒരു കരച്ചിലുണ്ട്. അതിൻ്റെ ഇടയിൽ രാമൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൗസല്യാമാതാവിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. കൗസല്യാമാതാവ് ഈ സമയം തൻ്റെ മകന്റെ സിംഹാസനാരോഹണം മനസ്സിൽ കണ്ട് അന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് താൻ എപ്പോഴും അർച്ചിക്കുന്ന, സ്തുതിക്കുന്ന അച്യുതനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കൗസല്യാദേവി. വെൺപട്ടുടുത്ത് മംഗളകരമായിട്ടുള്ള ഹോമങ്ങൾ ചെയ്യുവാൻ മന്ത്രങ്ങൾ സുസ്പഷ്ടാക്ഷരങ്ങളോടുകൂടി ജപിച്ച് അതിശ്രദ്ധയോടുകൂടി തൻ്റെ അമ്മ സാക്ഷാൽ അച്യുതനെ, നാരായണനെ, ശ്രീഹരിയെ, ലക്ഷ്മീ വല്ലഭനെ പൂജിക്കുന്നത് രാമൻ കണ്ടു. ദേവാർച്ചനത്തിന് വേണ്ടി അമ്മ ആ ദ്രവ്യങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത് രാമൻ അകലെ നിന്ന് നോക്കിക്കണ്ടു. തൈരും അക്ഷതവും നെയ്യുമെല്ലാം അമ്മ ഒരുക്കി വച്ചിരിക്കുന്നു. മാലകളെല്ലാം ഓരോ ദേവതാഭാവങ്ങളുടെ കണ്ഠങ്ങളിൽ അമ്മ എല്ലാം ചാർത്തിയിരിക്കുന്നു. എള്ളും മലരും പായസവും ഒക്കെ അർച്ചിക്കുവാനായി നിവേദ്യങ്ങളായി വച്ചിരിക്കുന്നു. ദർഭയും പുഷ്പങ്ങളുമെല്ലാം അതാ മറ്റൊരു വശത്ത് വെച്ചിരിക്കുന്നു. സർവഭക്തിയോടുകൂടി തൻ്റെ അമ്മ ദേവതാ പൂജ ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീരാമഭദ്രൻ ഇരുന്നു. അനേകം വ്രതങ്ങൾ നോറ്റ് കൃശഗാത്രയായ എൻ്റെ അമ്മ ദേവപൂജ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ശ്രീരാമഭദ്രൻ കുറേ സമയം ഇരുന്നു. നോക്കണേ, രാമായണ കാലത്തെ സ്ത്രീത്വം എങ്ങനെയുള്ളതായിരുന്നു. രാമായണ കാലത്തിലെ സ്ത്രീത്വം ദേവതാ പൂജ ചെയ്തിരുന്ന സ്ത്രീത്വമായിരുന്നു. ദേവപൂജ ചെയ്യാൻ അവർക്കറിയുമായിരുന്നു. ഈശ്വരന് ഏതൊക്കെ ദ്രവ്യങ്ങൾ അർച്ചിക്കണമെന്നും വിധിപ്രകാരം ചൊല്ലേണ്ട മന്ത്രങ്ങൾ സുസ്പഷ്ടാക്ഷരങ്ങളോടെ ചൊല്ലിയിരുന്ന, അങ്ങേയറ്റം ദേവതോപാസന ചെയ്തിരുന്ന അമ്മമാർ നമുക്കുണ്ടായിരുന്നു. അന്ന് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനും പൂജാകാര്യങ്ങൾ ചെയ്യാനും പൂജാദ്രവ്യങ്ങൾ ഒരുക്കുവാനും എല്ലാം അറിഞ്ഞിരുന്ന അമ്മമാരുടെ ഒരു ചരിതമുണ്ട് നമ്മുടെ രാമായണത്തിൽ ഉടനീളം. കൗസല്യാമാതാവ് അത്തരത്തിലുള്ള ഒരമ്മയാണ്. ആ അമ്മയെ മനസ്സിൽ നമ്മൾ എന്തായാലും ഉറപ്പിച്ചു വെക്കണം.
പൂജ ചെയ്തുകൊണ്ടിരുന്ന അമ്മ തൻ്റെ കുഞ്ഞായ രാമൻ വന്നത് കണ്ട് ആ പൂജാ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് രാമന്റെ സമീപത്തേക്ക് വേഗത്തിൽ ഓടി വന്നു. എന്നിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സ്നേഹാധിക്യം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നോമന പുത്രന് ആയുസ്സും കീർത്തിയും സിദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ, എല്ലാം സിദ്ധിക്കട്ടെ എൻ്റെ കുഞ്ഞെ നിനക്ക്. സത്യപ്രതിഷ്ഠിതനായ അച്ഛൻ, ആ വാക്ക് മറക്കരുത്, സത്യപ്രതിഷ്ഠിതനായ അച്ഛൻ ഇന്ന് നിന്റെ അഭിഷേകം നടത്തും. അഭിഷേക വിഘ്നമൊന്നും അറിയാത്ത ആ അമ്മ ഈശ്വര പൂജ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾക്കും കാരണം സാക്ഷാൽ അച്യുതനാണ് എന്ന് വിശ്വസിച്ചിരുന്ന അമ്മ, എല്ലാ ദിവസവും മുടങ്ങാതെ തൻ്റെ അച്യുതന് എല്ലാം സമർപ്പിച്ചിരുന്ന അമ്മ, തിരുനാമങ്ങൾ ചൊല്ലി തൻ്റെ പ്രഭാതങ്ങൾ ആരംഭിച്ചിരുന്ന അമ്മ, തൻ്റെ പുത്രന് സത്കീർത്തി ഉണ്ടാകണം, സത്യശസ്സുണ്ടാകണം എന്ന് ആഗ്രഹിച്ച ആ അമ്മ തൻ്റെ മകനു വേണ്ടി തയ്യാറാക്കി വെച്ച ഭക്ഷണം എടുത്ത് തൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചതിന് ശേഷം, രാമ എൻ്റെ കൈകൊണ്ട് ഞാൻ നിനക്കിത് വിളമ്പി തരട്ടെ എന്ന് ചോദിച്ചു. രാമൻ പറഞ്ഞു, അമ്മേ, കാര്യങ്ങളിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും സീതയ്ക്കും ലക്ഷ്മണനും ദോഷം വന്നിരിക്കുന്നു. ആ ചെറിയ മാറ്റം 14 വർഷം ഋഷീശ്വരന്മാരോടുകൂടി അവരെ പോലെ നിർജ്ജനമായ അരണ്യത്തിൽ എന്നോട് പോയി താമസിക്കാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഭരതനെ ഇനി യുവരാജാവായി വാഴിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. സ്വാദിഷ്ടങ്ങളായ ആഹാരങ്ങൾ എനിക്കിനി വിധിച്ചിട്ടില്ല. നോക്കണേ, അച്ഛൻ വനത്തിൽ പോകാൻ പറഞ്ഞതോടുകൂടി സ്വയം ഋഷീശ്വരനായി മാറിയ രാമൻ ഇനി കൊട്ടാരത്തിൽ നിന്ന് പച്ചവെള്ളം കുടിക്കില്ല. അതുകൊണ്ട് അമ്മ, എനിക്ക് രാജകൊട്ടാരത്തിലെ വിഭവ സമൃദ്ധമായ ഭക്ഷണം എനിക്കിനി യോഗ്യമല്ല. എനിക്ക് കായും കനിയും ഫലങ്ങളും മാത്രമേ എനിക്ക് യോജിച്ചത്. അതുകൊണ്ട് ഞാൻ 14 ആണ്ട് വനത്തിലേക്ക് പോകട്ടെ എന്ന വാക്ക് കേട്ടപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തടി മടുവിനാൽ വെട്ടി താഴേക്കിടുമ്പോൾ എത്ര വേഗത്തിൽ പതിക്കുമോ അതുപോലെ ബോധരഹിതയായി കൗസല്യ മാതാവ് താഴെ പതിച്ചു. ആ കൗസല്യ മാതാവിനെ താങ്ങിയെടുത്ത് ആ മകൻ കിടത്തി. ആ ശരീരത്തിൽ പറ്റിപ്പിടിച്ച ആ പൊടിപടലങ്ങളെല്ലാം തട്ടിക്കളഞ്ഞ് അമ്മയുടെ ശിരസിൽ കൈകൊണ്ട് തലോടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പതുക്കെ കണ്ണു തുറന്ന് മകനായ രാമൻ കേൾക്കെ, എന്നാൽ ലക്ഷ്മണനോടെന്ന മട്ടിൽ, ശ്രദ്ധിക്കണേ, ലക്ഷ്മണനോടെന്ന മട്ടിൽ, ലക്ഷ്മണൻ ഇത് കേൾക്കണം ഞാൻ രാമനോട് പറയുന്നത്. അങ്ങനെ ലക്ഷ്മണനോടെന്ന മട്ടിൽ ഈ അമ്മ വാക്കുകൾ ഓരോന്നും പറയുവാൻ ആരംഭിച്ചു. ഈ ഒരു സന്ദർഭം വെച്ച് നമുക്ക് ഇന്നത്തെ ഈ അയോധ്യാകാന്ഡം സമാപിപ്പിക്കാം. അയോധ്യാകാന്ഡം 117 സർഗങ്ങളുണ്ട്. 20ാമത്തെ സർഗമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത്. ഇതാണ് രാമായണത്തിൻ്റെ സ്ഥിതി. അപ്പം ഇനി 118 ഉണ്ട്, നാളെയുണ്ട്, മറ്റന്നാളും ഉണ്ട്. കഴിയുന്നത് സ്ഥലം വെച്ച് പറയാം, ബാക്കി അടുത്ത വർഷം. അപ്പോൾ കേട്ടിടത്തോളം മനസ്സിൽ വേണം. ഇത്രയൊക്കെ എഴുതിയുണ്ടാക്കണമെങ്കിൽ വാൽമീകിയെ നമ്മൾ വണങ്ങണം. നമ്മുടെ ആദികവിയുടെ കാൽപാദത്തിൽ തീർച്ചയായിട്ടും ഒന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വാക്കുകൾ അന്നേ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. വീണ്ടും പറയട്ടെ,